وعلى وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് സൂറത്തു ബക്കറ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ സൂറത്തു ബക്കറയുടെ അടിസ്ഥാന ആശയം, അതിൻ്റെ ഉള്ളടക്കം എന്തൊക്കെയാണ്? രണ്ട് കാര്യങ്ങൾ പിന്നെ ആർക്കെങ്കിലും ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാ ഓർമ്മയുള്ളവർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. ഓർമ്മയില്ലേ? രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അൽ ബക്കറയുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവതരണ ലക്ഷ്യം, അതിൻ്റെ ആശയപരമായ ഉള്ളടക്കം, രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. തൗഹീദാണോ നമ്മൾ പറഞ്ഞത്? രണ്ട് പ്രധാന പോയിന്റുകളാണ് പറഞ്ഞിരുന്നത്. അല്ലാഹുൽ മുസ്തആൻ. ആർക്കും ഓർമ്മയില്ല? ഒന്ന് ഈമാൻ, രണ്ടാമത്തേത് ഇസ്തിസ്ലാം. ബറക്കല്ലാഹു ഫീക്കും. ഒന്ന് ഈമാനാണ്, രണ്ടാമത്തേത് ഇസ്തിസ്ലാമാണ്. അല്ലെ? ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട, അതുപോലെ തന്നെ ഈമാനും ഹിദായത്തും ഒക്കെ സ്വീകരിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം, ഇൽമിയായ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇസ്തിസ്ലാം. ഇസ്തിസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, പിന്നെ അള്ളാഹുവിന് കീഴൊതുങ്ങേണ്ടുന്നതിൻ്റെ പ്രാധാന്യം, അള്ളാഹുവിനനുസരിച്ച് അവന് കീഴൊതുങ്ങേണ്ടുന്നതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവുമാണ് ഇസ്തിസ്ലാം. ബാറക്കല്ലാഹു ഫീക്കും. ശരി. അപ്പോൾ അൽ ഈമാനു വൽ ഇസ്തിസ്ലാം, ഇതാണ് അൽ ബക്കറയുടെ ഏറ്റവും സുപ്രധാനമായ ഉള്ളടക്കം. അപ്പം അതിനു വേണ്ടിയാണ് സൂറത്ത് ബക്കറയിൽ ഓരോ സംഭവങ്ങളും അധികവും ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ ആദ്യം മുഅ്മിനീങ്ങൾ ആരാണ് എന്ന് പറഞ്ഞു ആദ്യത്തെ പേജിൽ, അല്ലേ? പിന്നെ അടുത്ത പേജിൽ മുനാഫിക്കുകളെ കുറിച്ചും കാഫിറുകളെ കുറിച്ചും പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറഞ്ഞു. ആദം അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലൂടെ അള്ളാഹുവിന് കീഴൊതുങ്ങാത്ത, അതുപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഇബ്ലീസിൻ്റെ കഥ പറഞ്ഞു. അബാ വസ്തക്ബർ, അല്ലെ? ഇബ്ലീസ് അബാ വസ്തക്ബർ. അൽ ഇബാ, വിസമ്മതിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈമാനിന് വിരുദ്ധമാണ്. അതുപോലെ അഹങ്കാരം, അഹങ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് കീഴൊതുങ്ങുന്നതിന് വിപരീതമാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ ബനു ഇസ്രായേലികളുടെ ചരിത്രത്തിലേക്ക് സൂറത്ത് ബക്കറ പ്രവേശിച്ചു. ബനു ഇസ്രായേലികൾ ഓരോ ഘട്ടത്തിലും അള്ളാഹുവിനെ ഇസ്തിസ്ലാം ചെയ്യാതെ, അള്ളാഹുവിന് കീഴൊതുങ്ങാതെ അവർ നടത്തിയിട്ടുള്ള നന്ദികേടുകളും അനുസരണക്കേടുകളും, അതുപോലെ തന്നെ അവരുടെ ഈമാനിൽ ഉണ്ടായിട്ടുള്ള ഗുരുതരമായ പിഴവുകളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ അതിൻ്റെ ബാക്കിയാണ്. അതുപോലെ തന്നെ സൂറത്തു ഫാത്തിഹയുമായി സൂറത്തു ബക്കറക്കുള്ള കണക്ഷൻ നമ്മൾ മനസ്സിലാക്കി. എങ്ങനെ? ഒന്ന് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ തേടുന്നു. ആ ഹിദായത്ത് എന്താണ്, എങ്ങനെയാണ് എന്നത് സൂറത്തു ബക്കറയിൽ അള്ളാഹു വിശദീകരിച്ചു. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ ഫമൻ തബിഅ ഹുദായ എന്നതിലൂടെ. അതുപോലെ തന്നെ ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോയ, മഗ്ദൂബുൻ അലൈഹിം ആയിട്ടുള്ള, അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായിട്ടുള്ള യഹൂദികൾ, ബനി ഇസ്രായേലി, അവരുടെ അവസ്ഥ ആണ് നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വലദ്ദാലീൻ, വഴിപിഴച്ച ആളുകൾ ആയിട്ടുള്ള നസ്രാനികൾ, അവർക്കുള്ള കാര്യങ്ങൾ ഒരൽപ്പം സൂറത്ത് ബക്കറയിലും ബാക്കി സൂറത്ത് ആല ഇമ്രാനിലും റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഒരു പൂർണ്ണമായ ആസ്വാദനം നമുക്ക് കിട്ടും.
ഇൻഷാ അള്ളാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ഇൻഷാ അള്ളാഹ് നമ്മൾ ഇനി എടുക്കേണ്ടത് 79-ാമത്തെ ആയത്ത് മുതലാണ്. 79. അപ്പം എല്ലാവരുടെ കയ്യിലും ഇൻഷാ അള്ളാഹ് ഖുർആൻ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എങ്കിലാണ് നമുക്കത് കുറച്ചുകൂടി ഒന്ന് ഉപകാരപ്പെടുക ഇൻഷാ അള്ളാഹ്. സൂറത്ത് ബഖറയിൽ 12-ാമത്തെ പേജ്, 12-ാമത്തെ പേജിൽ 2-ാമത്തെ ആയത്ത്, അതായത് 79-ാമത്തെ ആയത്ത്. ഫവൈലുൻ ലില്ലദീന യക്തുബൂന അൽ കിതാബ്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞത് എന്താണ്? അവസാനിപ്പിച്ചത് എവിടെയാണ്? യഹൂദികളുടെ ചില ദുർവാദങ്ങൾ, അല്ലെ, തെറ്റായ വാദങ്ങൾ, അതുപോലെ തന്നെ അവർ മുനാഫിക്കുകൾക്ക് കൊടുത്ത ഉപദേശങ്ങൾ, അതിനുള്ള മറുപടി. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം അവരോട് ചോദിക്കാണ്, നിങ്ങൾ പരസ്യമാക്കുന്നതും രഹസ്യമാക്കുന്നതുമൊക്കെ, മുനാഫിക്കുകളോട് അള്ളാഹ് ചോദിക്കാണ്, ജൂതന്മാരിൽപ്പെട്ട മുനാഫിക്കുകളോട്, നിങ്ങൾ പരസ്യമാക്കുന്നതും രഹസ്യമാക്കുന്നതും എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്ന കാര്യം അവർക്കറിയില്ലേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? ചോദിക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ ഓർമ്മിക്കുക. ഇനി അടുത്ത ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് യഹൂദികളെ കുറിച്ച് അല്ലെങ്കിൽ നസ്രാനികളെ കുറിച്ച് അവരുടെ ഗുരുതരമായ അപകടം നമ്മൾക്ക് വിശദീകരിച്ച് തരാണ്, പറഞ്ഞു തരാണ്. എന്താണത്? അള്ളാഹു സുബ്ഹാനഹു വ തആല യഹൂദികൾ അവർ ചെയ്തു വെച്ച അക്രമം പറയാണ്. അള്ളാഹു പറഞ്ഞു, ഫവൈലുൻ ലില്ലദീന യക്തുബൂനൽ കിതാബ്. അതിനു മുമ്പ് ഒരായത്തുണ്ട് അല്ലെ, 78-ാമത്തെ ആയത്ത്, വമിൻഹും ഉമ്മിയൂൻ. ശരി, 78-ാമത്തെ ആയത്ത്, വമിൻഹും ഉമ്മിയൂൻ. ഈ യഹൂദികൾ, അവരുടെ കൂട്ടത്തിലുണ്ട് ഉമ്മിയൂൻ, വിവരമില്ലാത്ത. ഉമ്മി എന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും അറിയാത്ത, വിവരമില്ലാത്ത ആളുകൾക്കാണ് എന്ത് പറയാ? ഉമ്മി എന്ന് പറയാം. അപ്പോൾ വമിൻഹും ഉമ്മിയൂൻ, ഈ യഹൂദികളുടെ കൂട്ടത്തിലുള്ള വിവിധ വിഭാഗങ്ങളെ കുറിച്ചുള്ള പറയാൻ. അപ്പൊ ആദ്യം മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനി തൊട്ട് മുമ്പത്തെ ആയത്തില് ജൂതന്മാരിലെ മുനാഫിക്കുകളെ കുറിച്ചാണല്ലോ അള്ളാഹു പറയുന്നത്, അല്ലേ? അപ്പം യഹൂദികളുടെ കൂട്ടത്തിൽ 3 വിഭാഗം ആളുകളുണ്ട്. അതില് മുനാഫിക്കുകളെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു അവസാന ഭാഗത്ത്, അല്ലേ? ഇനി അടുത്തത് അള്ളാഹു പറയാണ്, അവരിലെ സാധാരണക്കാർ, ജൂതന്മാരിലെ സാധാരണക്കാർ, അവരുടെ അവസ്ഥ എന്താണ്? വമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട് ഉമ്മിയൂൻ, എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ. ലാ യഅലമൂനൽ കിതാബ്, തൗറാത്ത് അവർക്ക് അറിയുകയില്ല, അതായത് തൗറാത്ത് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ജുമഅയിൽ പറഞ്ഞതുപോലെ എന്താണ്? കഴുത ഗ്രന്ഥം ചുമക്കുന്നത് പോലെ തൗറാത്തിനെ ചുമക്കുന്നവർ, അതിൻ്റെ അകത്ത് എന്താണ് എന്നറിയില്ല. ഇപ്പോൾ ഒരു കഴുതൻ്റെ മുകളിൽ കുറേ പുസ്തകം, കിതാബുകൾ പിന്നെ ചുമടെടുക്കാൻ വേണ്ടി കൊണ്ടുപോയാൽ ആ കഴുത ആ കിതാബൊക്കെ വായിച്ച് പണ്ഡിതനാകോ? ഇല്ല. അതുപോലെയാണ് യഹൂദികളുടെ അവസ്ഥ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് ജുമഅയിൽ പറഞ്ഞതുപോലെ ഉള്ള വിഭാഗം, അവരിലെ സാധാരണക്കാർ. ലാ യഅലമൂനൽ കിതാബ്, അവർക്ക് വേദഗ്രന്ഥം അറിയുകയില്ല. ഇല്ല അമാനിയ, അവർക്ക് ചില അമാനിയകൾ മാത്രമാണുള്ളത്. അമാനി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രതീക്ഷ എന്നൊക്കെയാണ് അർത്ഥം. വാക്കർത്ഥം നോക്കുകയാണെങ്കിൽ അമാനി എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് എന്താണ്? ചില ദുഷ്പ്രതീക്ഷകൾ, വ്യാമോഹങ്ങൾ മാത്രമേ അവരുടെ അടുത്തുള്ളൂ. അപ്പൊ അവരുടെ വ്യാമോഹങ്ങൾ എന്താണ്? അവരുടെ പുരോഹിതന്മാർ അവർക്ക് ഇട്ടുകൊടുത്ത കളവുകളും ദുർന്യായങ്ങളും ഒക്കെയാണ്. ജൂതനായി ജനിച്ചാൽ മതി, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു അംഗമായാൽ തന്നെ മതി, രക്ഷപ്പെട്ടു എന്ന രീതിയിലുള്ള വ്യാമോഹങ്ങൾ. അതുപോലെ തന്നെ ഇനി നരകത്ത് പോവുകയാണെങ്കിൽ തന്നെ ഒരു 40 ദിവസം പശുവിനെ ആരാധിച്ച ആ ഒരു 40 ദിവസത്തെ അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു കാലയളവ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നരകത്ത് പോവുള്ളൂ, പിന്നെ രക്ഷപ്പെടും എന്നൊക്കെയുള്ള വ്യാമോഹങ്ങൾ. അള്ളാഹുവിൻ്റെ സ്വന്തക്കാരാണ് ഞങ്ങൾ, അള്ളാഹുവിൻ്റെ ഏറ്റവും അടുപ്പക്കാരാണ്, അതുകൊണ്ട് അള്ളാഹു ഞങ്ങളെ ഒന്നും ചെയ്യൂല, ശിക്ഷിക്കൂല എന്നൊക്കെയുള്ള, അത് പുരോഹിതന്മാർ ഇട്ടുകൊടുക്കുന്ന ചില വ്യാമോഹങ്ങൾ മാത്രമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. അതാണ് ഈ സാധാരണക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഇല്ല അമാനിയ, ചില വ്യാമോഹങ്ങൾ മാത്രമാണ് അവർക്കുള്ളത്.
ഇതേ രീതിയിലുള്ള വ്യാമോഹങ്ങൾ നമുക്ക് തസവുഫിൽ കാണാൻ പറ്റും, സൂഫിസത്തിൽ കാണാൻ പറ്റും, അല്ലേ? ഇപ്പോൾ എന്നെ പിടിപ്പോർക്ക്, എന്താണ് എന്നെ പിടിച്ചവർക്ക്, എന്താണ് തരീഖത്തിൻ്റെ ഷെയ്ഖിനെ പിടിച്ചവർക്ക്, അവർക്ക് പിന്നെ ഏതും ഭയക്കേണ്ടതില്ല, ഒന്നിനെയും പേടിക്കേണ്ടതില്ല എന്നൊക്കെ പിന്നെ എഴുതി വെച്ചതും പാടി നടക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശരീഅത്താണ് മുറുകെ പിടിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞത് എന്താണ്? എന്ത് മുറുകെ പിടിക്കാനാണ്? അലൈക്കും ബിസുന്നതി വസുന്നത ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ മാതൃകയും ചര്യയും മുറുകെ പിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഏതെങ്കിലും നേതാക്കന്മാരോ അല്ലെങ്കിൽ നമ്മൾ വലിയ ഷെയ്ഖാണ്, വലിയ ഉസ്താദാണ് എന്ന് വിചാരിക്കുന്നവർ ഇട്ടുതരുന്ന പിന്നെ വ്യാമോഹങ്ങൾ, ഈ സംഘടനയിൽ, ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ സ്വർഗ്ഗം ഉറപ്പാണ്, അല്ലെങ്കിൽ ഈ ഒരു തരീഖത്തിലൂടെ പോയാൽ അള്ളാഹുവിൻ്റെ അടുപ്പക്കാരനാവും, പിന്നെ നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നോമ്പെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അള്ളാഹുൽ മുസ്തആൻ. അപ്പോൾ അത്തരം വഴികേടുകൾ യഥാർത്ഥത്തിൽ യഹൂദിയത്താണ് എന്നുകൂടി മനസ്സിലാക്കി തരുന്ന ആയത്താണിത്. അറിവില്ലാത്ത, ഖുർആൻ പഠിക്കാത്ത, വേദഗ്രന്ഥത്തിൽ വിവരമില്ലാത്ത സാധാരണക്കാരെ ഇത്തരം പുരോഹിതന്മാർ മുസ്ലിം ഉമ്മത്തിലും അതുപോലെ തന്നെ ബനു ഇസ്രായേലികളിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, ലാ യഅലമൂനൽ കിതാബ്, അവർക്ക് എന്തേയില്ല? വേദഗ്രന്ഥം അറിയില്ല. ഇല്ല അമാനിയ, അവരുടെ പുരോഹിതന്മാരും നേതാക്കന്മാരും ഇട്ടുകൊടുക്കുന്ന ചില വ്യാമോഹങ്ങൾ മാത്രമാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ ഇൻഹും ഇല്ലാ യദുന്നൂൻ, അവർക്ക് ചില ഊഹങ്ങൾ മാത്രമാണുള്ളത്. അവരിങ്ങനെ ഊഹിക്കാണ്, അവർക്ക് യഥാർത്ഥത്തിൽ യഖീനുള്ള, ഉറപ്പുള്ള അറിവ് അവർക്ക് നേടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ജീവിക്കണം. ശരിയായിരിക്കും, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ല, അവരൊക്കെ പറഞ്ഞാൽ പിന്നെ തെറ്റൂലല്ലോ എന്ന ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു മുസ്ലിം നീങ്ങേണ്ടത്. മറിച്ച് വ്യക്തമായ ഇൽമിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇൽമ എവിടുന്നാണ് കിട്ടുക? എവിടുന്നാ ഇൽമ കിട്ടുക? അൽ ഇൽമു ഖാലല്ലാഹു വഖാല റസൂലുഹു ഖാല സ്വഹാബത്തു ഉലുൽ ഇർഫാനി. അഹ്സൻതും. ഖുർആന് സുന്നത്ത്, അല്ലേ? ഇൽമ കാണാതെ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യമാണ്. എന്താണ് ഇൽമ എവിടുന്നാ കിട്ടുക? ഊഹത്തിന് ഓപ്പോസിറ്റ്, ഊഹം എന്ന് പറഞ്ഞാൽ ഊഹിക്കുക, അല്ലെ? ശരിയായ അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ചാണല്ലോ ഊഹിക്കുക. ഉറച്ച വിവരമില്ലാത്ത വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? ഊഹങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇൽമ എവിടുന്ന കിട്ടുക? അൽ ഇൽമു ഖാലല്ലാഹ്, അള്ളാഹു പറഞ്ഞതാണ് ഇൽമ്. വഖാല റസൂലുഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഇൽമ്. വഖാല സ്വഹാബത്തു ഉലുൽ ഇർഫാനി, സ്വഹാബിമാർ പഠിപ്പിച്ചു തന്ന മാതൃകകൾ, അതാണ് യഥാർത്ഥത്തിലുള്ള ഇൽമ് എന്ന് നമുക്ക് ഉലമാക്കൾ, പണ്ഡിതന്മാർ പറഞ്ഞു തന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ജൂതന്മാർക്ക് എവിടെയാണ് തെറ്റിപ്പോയി? ഇൻഹും ഇല്ലാ യദുന്നൂൻ, അവർ വെറുതെ ഊഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഈമാനു ബിത്തമന്നി, വ്യാമോഹങ്ങൾ, ഇത്തരം ആളുകൾ പറഞ്ഞു കേട്ടുണ്ടാക്കുന്ന ആഗ്രഹങ്ങളും വ്യാമോഹങ്ങളും ഊഹാപോഹങ്ങളും അല്ല ഈമാൻ. വലാകിൻ മാ വഖറ ഫിൻ നഫ്സ്, മറിച്ച് നഫ്സിൽ, മനുഷ്യന്റെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന, യഖീനുള്ള, ഉറപ്പുള്ള കാര്യമാണ് ഈമാൻ. അതാണ് ഈമാൻ. ആ ഉറപ്പ് എപ്പോഴാണ് കിട്ടുക? ആ ഉറപ്പ് കിട്ടുക ഇൽമ ഉണ്ടാകുമ്പോൾ മാത്രമാണ്, അല്ലേ? യഥാർത്ഥ അറിവുള്ള കാര്യത്തെക്കുറിച്ചല്ലേ നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ എന്താണ് നമ്മളിപ്പോ പറയാണ്, സെയ്ദ് മുഹമ്മദിനെ അടിക്കുന്നത്, സെയ്ദ് മുഹമ്മദിനെ അടിച്ചു, സെയ്ദ് മുഹമ്മദിനെ അടിച്ചു, ഇത് നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ ഇല്ല, അവിടുന്ന് ഇവിടുന്നൊക്കെ പറയുന്നത് കേട്ടു. അതൊരാളുടെ, അത് ഊഹാണ്, അല്ലേ? കേട്ട് കേൾവി, ഊഹം. അവൻ പറഞ്ഞത് കളവ് പറയാൻ സാധ്യതയില്ല, ശരിയായിരിക്കും. എന്നാൽ നിങ്ങൾ സെയ്ദ് മുഹമ്മദിനെ അടിക്കുന്നത് നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട്, അതിൻ്റെ ശബ്ദം കേട്ട് മുഹമ്മദ് വേദന കൊണ്ട് പൊളയെന്നൊക്കെ കണ്ട് നിങ്ങൾക്ക് ഉറപ്പാണ്. എന്നാലോ അത് അറിവാണ്, ഇൽമാണ്. അപ്പോൾ ശർഈയായ ഇൽമ എവിടുന്നാണ് കിട്ടുക? കളവ് പറയാത്ത, ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന് തന്ന വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് ശർഈയായ ഇൽമ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സ്ഥിരപ്പെടുന്നത്. അതല്ലാതെ ആ ഉസ്താദ് പറഞ്ഞു, അവിടുന്ന് കേട്ടു, ഇവിടുന്ന് കേട്ടു, പിന്നെ മറ്റേ ആ താത്ത പറഞ്ഞു,
അവിടുത്തെ ഉമ്മാമ പറഞ്ഞു, ഇങ്ങനെയല്ല ഇൽമ ദീന് സ്ഥാപിക്കപ്പെടുക. മുസ്ലിം ഉമ്മത്ത് ഏറ്റവും കൂടുതൽ വഴികേടിൽ പോകുന്നത് ഇത്തരം കേട്ടുകേൾവിയുടെ. നമ്മൾ ദീനിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യൂല അല്ലേ? ഏതെങ്കിലും മരുന്നെടുക്കുന്ന സമയത്തോ ചികിത്സിക്കുന്ന സമയത്തോ നമ്മൾ എന്ത് ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല. നമ്മൾ അന്വേഷിച്ച് പഠിച്ച് ഡോക്ടറെ അടുത്ത് പോയി, ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് തൃപ്തിയായില്ലെങ്കിൽ ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യൂല. എന്താണ്, ഒരു ഡോക്ടറെ അടുത്ത് പോയി പിന്നെ ആ ഡോക്ടർ പറഞ്ഞ ശരിയായിട്ടില്ല വിചാരിച്ചിട്ട് അടുത്ത ഡോക്ടറെ അടുത്ത് പോയി, പിന്നെ വീണ്ടും വേറെ ഡോക്ടറെ അടുത്ത് പോയി, ഇല്ലേ? സുബ്ഹാനല്ലാ, ഇങ്ങനെയാണ് ചെയ്യുക. എന്നാലോ ദീനിന്റെ കാര്യത്തിലാണോ? ദീനിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടായാലോ, അത് ഏതെങ്കിലും ഒരു താത്ത, പള്ളിയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു താത്താനോട് ചോദിക്കുക. അല്ലെങ്കിൽ പള്ളിക്കൽ കാണുന്ന താടി വെച്ച ഒരു ചങ്ങാനെ ഒരാളെ കണ്ട് അയാളോട് ചോദിക്കുക. അയാൾ ആരാ എന്താ ഒന്നും അറിയില്ല. സുബ്ഹാനല്ലാ, എത്രയോ ആളുകൾ അങ്ങനെ കാണാൻ പറ്റും. അയാളെ മുഖത്ത് തന്നെ ഒരു ഈമാനിന്റെ ഒരു പ്രകാശമുണ്ട്. എന്ത് ഈമാനിന്റെ പ്രകാശം? സുബ്ഹാനല്ലാ, അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാൾ നല്ലൊരു ഈമാനുള്ള ആൾ. അയാൾ പറഞ്ഞതാ. എന്താണ്, ഇങ്ങനെയാണോ പറയാ? അല്ല, നേരെ മറിച്ച് ഇൽമ അനുസരിച്ച്, അൽ ഇൽമു ഖാല അല്ലാഹു വഖാല റസൂലുഹു, അല്ലാഹും റസൂലും പറഞ്ഞതാണ് ഇൽമ്. വഖാല സ്വഹാബത്തു ഉലുൽ ഇർഫാനി, സ്വഹാബിമാർ പഠിപ്പിച്ചു തന്നതാണ് ഇൽമ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദീനെ സ്വീകരിക്കേണ്ടത്. അപ്പൊ യഹൂദികളുടെ ഈ മാർഗം നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഇതെന്താണ്? ഈമാൻ സ്വീകരിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂറത്ത് ബഖറയുടെ ലക്ഷ്യം ഹിദായത്ത്, അല്ലെ? ഈമാൻ, ഇസ്തിസ്ലാം. ഈ ഈമാൻ സ്വീകരിക്കേണ്ട വഴി എന്താണ് എന്ന് നമുക്ക് ഇതിലൊക്കെ പാടുണ്ട്. ശരി, ഫവൈലുൻ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിലേക്ക് കടക്കാൻ. ഈ ഹദീസ് പൂർത്തിയായില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഈമാനു ബിത്തമന്നി വലാകിൻ മാ വഖറ ഫിൻ നഫ്സ്. ഈമാൻ എന്ന് പറഞ്ഞാൽ വെറും ഊഹാപോഹങ്ങളോ ആഗ്രഹങ്ങളോ അല്ല, മറിച്ച് അത് നഫ്സിൽ ഉറച്ചിട്ടുള്ള ഇൽമാണ്, നഫ്സിൽ പിന്നെ ഉള്ള ഒരു കാര്യമാണ്. വസദഖഹുൽ അമൽ. കണ്ടോ, നഫ്സിൽ ഈമാൻ ഉണ്ട് എങ്കിൽ അമല് കൊണ്ട് അതെന്ത് ചെയ്യും? കാണും. മനസ്സിലായില്ലേ? വലിയ തങ്ങളാണ്, വലിയ ഷെയ്ഖാണ്, പക്ഷെ നിസ്കരിക്കൂല. അയാൾക്ക് നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണോ? അല്ല, ഈമാൻ ഉണ്ട് എങ്കിൽ നിസ്കരിക്കണം, നോമ്പെടുക്കണം, അമലുകൾ ചെയ്യണം. മനസ്സിലായോ? സുന്നത്തുകൾ അനുധാവനം ചെയ്യണം. ഇപ്പൊ ചില ആണുങ്ങളോടൊക്കെ നിങ്ങൾ എന്താ താടി വെക്കാത്തതെന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ? അവർ പറയും, പിന്നെ ഈമാന് കൽബിലല്ലേ, ഈമാന് കൽബിലല്ലേ, അതല്ലാതെ മുഖത്തല്ലല്ലോ, താടിയിലല്ലല്ലോ ഈമാൻ എന്ന് പറയും. യഥാർത്ഥത്തിൽ കൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ അത് ഹിജാബായിട്ടും പർദ്ദയായിട്ടും നിഖാബായിട്ടും താടിയായിട്ടും ഞെറിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കലായിട്ടും സുന്നത്ത് നിസ്കരിക്കലായിട്ടും ദിക്റുകൾ വർദ്ധിപ്പിക്കലായിട്ടും ഖുർആൻ പാരായണം ചെയ്യലായിട്ടൊക്കെ പുറത്ത് കാണും. മനസ്സിലായില്ലേ? ഒരു മുഅ്മിനാണെങ്കിൽ അവൻ്റെ അടുത്ത് എന്തുണ്ടാവും? അമലുണ്ടാകും. അതുകൊണ്ടല്ലേ പറഞ്ഞത് ഇല്ലല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്. സൂറത്തു നസ്റിൽ അല്ലാഹ്, സൂറത്തുൽ അസ്റിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഇല്ലല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്, ഈമാനുള്ളവരും അമലു സാലിഹാത്ത് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസദഖഹുൽ അമൽ, കൽബിലുള്ള ഈമാൻ അമലായിട്ട് എന്ത് ചെയ്യും? സത്യപ്പെടും. അതായത് അമലായിട്ട് പ്രാവർത്തികമാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, വ ഇന്ന ഖൗമൻ ഖദ് അൽഹത്ഹുമുൽ അമാനി അൽ മഗ്ഫിറ. ഒരു വിഭാഗം ഉണ്ടായിരുന്നു, യഹൂദികൾ, ബനു ഇസ്രായേലുകൾ. അവരെ പറ്റി പറയാൻ, ഖദ് അൽഹത്ഹും അൽ അമാനി അൽ മഗ്ഫിറ, അല്ലാഹ് ഞങ്ങൾക്ക് പുറത്തു തരും, അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരും എന്ന അതിമോഹം. ശരിയാണ്, അള്ളാഹു പുറത്തു തരും. അബദ്ധങ്ങൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ, ഖേദിച്ച് മടങ്ങിയാൽ, അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ അള്ളാഹു നമ്മൾക്ക് മഗ്ഫിറത്ത് തരും, പുറത്തു തരും. പക്ഷെ എന്ത് ചെയ്താലും പേടിക്കേണ്ടതില്ല. ഞാൻ ഇന്ന പാർട്ടിയിൽ മെമ്പറായാൽ മതി, അല്ലെങ്കിൽ ഇന്ന തരീഖത്തിന്റെ അംഗമായാൽ മതി, ബനു ഇസ്രായേലി കുടുംബത്തിൽ ജനിച്ചാൽ മതി, അള്ളാഹ്ക്ക് ഞങ്ങളെ ഇഷ്ടമാണ്, പിന്നൊന്നും പേടിക്കണ്ട, എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഷെയ്ഖ് നോക്കിക്കോളും, എൻ്റെ പുരോഹിതൻ നോക്കിക്കോളും, എൻ്റെ സംഘടന നോക്കിക്കോളും എന്നൊക്കെയുള്ള ധാരണയിൽ, ഒരു വ്യാമോഹത്തിൽ ജീവിക്കുക എന്നത് ചില വിഭാഗത്തെ, ചില ആളുകളെ എന്ത് ചെയ്തു? ദീനിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു, അശ്രദ്ധരാക്കി കളഞ്ഞു. ഹത്താ ഖറജു മിനദ് ദുനിയ, അങ്ങനെ അവർ മരിച്ച് ദുനിയാവിൽ നിന്ന് പുറത്തു കടന്നു. ലാ ഹസനത ലഹും, അവർക്കാകട്ടെ ഒരു നന്മയും അവരുടെ കയ്യിലില്ല. അവരുടെ അടുത്ത് വെറും വ്യാമോഹം മാത്രമാണ്. അള്ളാഹു കാരുണ്യം ഇല്ല. ചില പിന്നെ എന്താണ് എന്താണ് ഈ ആൾക്കാരെ പേര് പറയാ, ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഈ പാരാസൈക്കോളജിന്റെ ഒക്കെ ബാക്ക് പോയിട്ട് അതിൽ ആയത്തും ഹദീസും ഒക്കെ തെളിവ് പിടിച്ച് നടക്കുന്ന കുറെ വിഭാഗങ്ങളുണ്ട്.
എന്താണ് മറ്റേ എന്തോ പേരൊക്കെ ഉണ്ടല്ലോ, ലിംഗ്വിസ്റ്റിക്, ഓർമ്മയിട്ടില്ല, ന്യൂറോ ലിംഗ്വിസ്റ്റിക്, NLPന്റെ ആളുകളൊക്കെ അല്ലേ, അത്തരം ആളുകളൊക്കെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ, മുസ്ലിങ്ങളുടെ വേഷം കെട്ടി വരുന്ന ആളുകൾ, അവരെന്ത് ചെയ്യുക, അവർ പറയും നരകത്തെക്കുറിച്ചും ഈ അപകടങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കരുത്, സ്വർഗം, പാപമോചനം, അള്ളാന്റെ റഹ്മത്ത്, എന്നിട്ട് നമ്മളിങ്ങനെ സന്തോഷിച്ച് ജീവിക്കുക അല്ലെ, ഇങ്ങനെ ദുനിയാവ് എൻജോയ് ചെയ്ത് ജീവിക്കുക, അള്ളാഹൊക്കെ പുറത്തു തരും, അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വെറും അമാനീയകൾ മാത്രം, വ്യാമോഹങ്ങൾ മാത്രം വെച്ച് പുലർത്തി ജീവിക്കുക. അങ്ങനെയല്ല, ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള പ്രതീക്ഷയും അതോടൊപ്പം അള്ളാഹുവിലുള്ള ഭയവുമുണ്ട്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ പ്രതീക്ഷ മാത്രം പോരാ, മറിച്ച് അള്ളാഹുവിൽ ഭയവും നമുക്ക് ആവശ്യമുണ്ട്. ശരി, അപ്പോ അങ്ങനെ നന്മകളൊന്നും ഇല്ലാതെ അവരെന്ത് ചെയ്യാണ്, പിന്നെ പരലോകത്തെത്താൻ. എന്നിട്ട് അവർ പറയും നഹ്നു നുഹ്സിനു ളന്ന ബില്ലാഹ്. അവർ പറയണെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഈ വിഭാഗം പറഞ്ഞു അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. വഖദബു, എന്നാൽ യഥാർത്ഥത്തിൽ അവർ കളവാണ് പറഞ്ഞത്. ലൗ അഹ്സനു ളന്ന, അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ല അഹ്സനുൽ അമൽ, അവർ അമല് നന്നാക്കുമായിരുന്നു. കണ്ടോ, വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം, നല്ല അറിവ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യായിരുന്നു, അവരുടെ അമലും നന്നാക്കുമായിരുന്നു. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, ഇത്തരം വഞ്ചകന്മാരുടെ വഴിയിൽ നമ്മൾ പോയി പെട്ടുപോകരുത് എന്നതുകൊണ്ടാണ് ഇത്ര വിശദമായി ഞാൻ സംസാരിച്ചത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി അടുത്ത ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളുടെ വലിയ ഒരു അക്രമത്തെക്കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ഫവൈലുൻ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വന്തം കൈകൾ കൊണ്ട് വേദഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കുന്നവർക്ക് വൈലുൻ. വൈലുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാദിൻ ഫി ജഹന്നം, നരകത്തിലുള്ള ഒരു താഴ്വാരത്തിന്റെ പേരാണ് വൈല്. വൈല് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശരിയായ അഭിപ്രായ പ്രകാരം നരകത്തിലുള്ള ഒരു താഴ്വാരത്തിന്റെ പേരാണ്. അവിടെ ഇവരൊക്കെ ശിക്ഷിക്കപ്പെടും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, ഫവൈലുൻ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം, സ്വന്തം കരങ്ങൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കുന്ന ആളുകൾ. അപ്പൊ ഗ്രന്ഥങ്ങൾ എഴുതുന്നത് തെറ്റാണോ? അങ്ങനെയല്ല, മറിച്ച് അങ്ങനെ എഴുതിയുണ്ടാക്കിയിട്ട് അത് അള്ളാഹുവിങ്കിൽ നിന്നാണ്, അത് ശരീഅത്തിന്റെ നിയമമാണ് എന്ന് പറയുന്ന ആളുകൾ. മനസ്സിലായില്ലേ? തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ കൈകടത്തലുകൾ നടത്തി അത് മാറ്റിമറിച്ച് സ്വന്തം വക എഴുതിയുണ്ടാക്കി അത് അള്ളാഹുലേക്ക് ചേർത്തി പറയുന്ന ആളുകൾ അല്ലെ. പലതും എഴുതിയുണ്ടാക്കിയിട്ട് ഇത് ചൊല്ലിയ സ്വർഗത്ത് പോകുന്ന ഉറപ്പാണ്, ഇത് 4448 പ്രാവശ്യം പറഞ്ഞാൽ നരകത്ത് നിന്ന് രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയാ, പലതും എഴുതിയുണ്ടാക്കിയിട്ട് കളവ് പറഞ്ഞു നടക്കുക. അത് നമ്മുടെ ഉമ്മത്തിൽ ഉള്ള സ്വഭാവമാണ്, യഹൂദികളുടെ അതേ സ്വഭാവം. ഫവൈലുൻ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, എന്നിട്ട് അവർ പറയും ഇത് അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ്. ലിയശ്തറൂ ബിഹി സമനൻ ഖലീലാ, അല്ലാഹുവിങ്കിൽ നിന്ന് തുച്ഛമായ പ്രതിഫലം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അസ്തഗ്ഫിറുല്ലാഹ്, ലിയശ്തറൂ ബിഹി സമനൻ ഖലീല, ദുനിയാവിന്റെ തുച്ഛമായ ലാഭം, പ്രതിഫലം നേടാൻ വേണ്ടിയിട്ട്, ദുനിയാവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞു നടക്കുക. ഫവൈലുൻ ലഹും മിമ്മാ കതബത് ഐദീഹിം, അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിയുണ്ടാക്കി എഴുതിയത് നിമിത്തം അവർക്കിതാ അള്ളാഹുവിൽ നിന്ന് വീണ്ടും നരകത്തിലുള്ള ഈ താഴ്വാര ശിക്ഷ, അള്ളാഹുവിന്റെ അദാബ്, അള്ളാഹുവിന്റെ നാശം, ശാപം അവർക്കുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയാണ്. വവൈലുൻ ലഹും മിമ്മാ യക്സിബൂൻ, അതുപോലെ തന്നെ അവർക്ക് ഈ നാശമുണ്ട്, എന്ത്, അവർ സമ്പാദിച്ചു കൂട്ടിയ, ഈ ആളുകളെ വഞ്ചിച്ച് സമ്പാദിച്ചു കൂട്ടിയതിന്റെ കാരണത്താലും അവർക്ക് നാശമുണ്ട്. കണ്ടോ, ഇപ്പൊ എത്ര കാര്യങ്ങൾ അള്ളാഹു 3 പ്രാവശ്യം അള്ളാഹു അവരെ എന്ത് ചെയ്തു, അവർക്ക് നരകമുണ്ട് എന്ന് പറഞ്ഞു ഈ ഒറ്റ ആയത്തിൽ അല്ലേ. 3 പ്രാവശ്യമാണ് പറഞ്ഞത്. ഒന്ന്, സ്വന്തമായി എന്ത് ചെയ്യാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ മായ്ച്ചിട്ട്, തൗറാത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിവരങ്ങളും വിശേഷണങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞിട്ട് അതിൽ മാറ്റം വരുത്തി. എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ തൗറാത്തിലുള്ള നബി എന്ന് പറഞ്ഞാൽ നീല നിറമുള്ള വലിയ ഹൈറ്റുള്ള ആളാണ്
ഈ വന്ന മുഹമ്മദ് നബി അല്ല എന്നവർ കളവ് പറഞ്ഞു. എന്നിട്ട് തൗറാത്തിൽ അവർ കളവ് എഴുതിയുണ്ടാക്കി. അങ്ങനെ തൗറാത്തിൽ തഹരീഫ് നടത്തിയത് നിമിത്തം അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ട്, നരകമുണ്ട്, നാശമുണ്ട്. രണ്ടാമത് വീണ്ടും അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചത് കാരണത്താൽ അവർക്ക് നാശമുണ്ട്, നരകമുണ്ട്. മൂന്നാമത്തേതോ ഈ ഒരു കളവ് കെട്ടിച്ചമക്കുകയും അതുപോലെ തന്നെ തൗറാത്തിൽ വേദഗ്രന്ഥത്തിൽ മാറ്റിത്തിരുത്തലുകൾ ഉണ്ടാക്കിയത് കാരണത്താലും ആ വഴിയിലൂടെ അവർ ദുനിയാവ് സമ്പാദിക്കുകയാണ് ചെയ്തത്. ആ ദുനിയാവ് സമ്പാദിച്ചത് കാരണത്താലും അവർക്ക് ശിക്ഷയുണ്ട്. അങ്ങനെ 3 കാരണം കൊണ്ട് അവർക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഗുരുതരമായ ശിക്ഷയുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അള്ളാഹു ഈ ആളുകളുടെ അമാനി എന്ന് പറഞ്ഞല്ലോ, ഇവരുടെ വ്യാമോഹം, ഇവരുടെ ഊഹം, അത് വിശദീകരിക്കണം. വഖാലു, അവർ പറഞ്ഞു, ലൻ തമസ്സന നാറു ഇല്ലാ അയ്യാമൻ മഅദൂദ, കുറച്ചൊരു എണ്ണപ്പെട്ട, മഅദൂദ എന്ന് പറഞ്ഞാൽ എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങൾ, അയ്യാമൻ മഅദൂദ, എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞങ്ങളെ നരകം സ്പർശിക്കുള്ളൂ, എന്നിട്ട് ഞങ്ങൾ രക്ഷപ്പെടും എന്നവർ പറഞ്ഞു. അതായത് അവർ മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയ 40 ദിവസം അവർ പശുവിനെ ആരാധിച്ചല്ലോ, പശുക്കുട്ടിയുടെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിച്ചല്ലോ. ആ 40 ദിവസം മാത്രമേ ഞങ്ങൾ നരകത്ത് കടക്കുള്ളൂ, എന്നിട്ട് ഞങ്ങൾ രക്ഷപ്പെടും എന്നവർ പറഞ്ഞു. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുകയാണ്. ഖുൽ, നബിയെ അവർക്ക് മറുപടി കൊടുക്കൂ, അത്തഖൽതും ഇൻദല്ലാഹി അഹ്ദാ, അള്ളാഹു നിങ്ങൾക്ക് അങ്ങനെ വല്ല കരാറും തന്നിട്ടുണ്ടോ? 40 ദിവസം നിങ്ങൾ നരകത്ത് കടന്നാൽ മതി, എന്നിട്ട് നിങ്ങൾ രക്ഷപ്പെട്ട് സ്വർഗത്ത് പോയിക്കോ എന്ന വല്ല കരാറും അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ അവരോട് ചോദിക്കും. ഫലൻ യുഖ്ലിഫ് അല്ലാഹു അഹ്ദ, അള്ളാഹു ആകട്ടെ അവന്റെ കരാറ് ലംഘിക്കുകയുമില്ല. അങ്ങനെ അലംഘനീയമായ ഒരു കരാർ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? നിങ്ങൾ 40 ദിവസം നരകത്ത് കടക്കുള്ളൂ, പിന്നെ രക്ഷപ്പെടും എന്ന കരാർ ഇല്ലല്ലോ. അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, അതല്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യം ഉണ്ടാക്കി കളവായി പറയുകയാണോ എന്ന് അള്ളാഹു അവരോട് ചോദിക്കാൻ. അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിവില്ലാത്ത കാര്യം അള്ളാഹുവിൻ്റെ പേരിൽ ഉണ്ടാക്കി പറയുകയാണോ എന്ന് ചോദിക്കാൻ, അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരോട്, യഹൂദികളോട് ചോദിച്ചു. ഖൈബർ യുദ്ധത്തിന് ശേഷം, ഖൈബർ യുദ്ധം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഉറക്കെ ചോദിച്ചു, മൻ അഹ്ലുന്നാർ, നരകക്കാര് ആരാണ്, ആരാണ് നരകാവകാശികൾ എന്ന് ചോദിച്ചപ്പോൾ യഹൂദികൾ മറുപടി പറഞ്ഞു, നകൂനു ഫീഹാ യസീറൻ സുമ്മ തഖ്ലുഫൂനനാ ഫീഹാ. സുബ്ഹാനല്ലാഹ്, അവരുടെ ഒരു വഴികേട് നോക്കൂ നിങ്ങൾ. ഞങ്ങൾ കുറച്ചു കാലം നരകത്തിൽ കടന്നിട്ട് രക്ഷപ്പെടും, എന്നിട്ട് ഞങ്ങൾ രക്ഷപ്പെടുന്ന സമയത്ത് ഞങ്ങളെ ബാക്കിൽ നിങ്ങളൊക്കെ അവിടെ നരകത്തിൽ അവിടെ ഉണ്ടാകും, നിങ്ങളൊക്കെ നരകത്തിൽ തന്നെ കിടക്കും, ഞങ്ങൾ രക്ഷപ്പെടും എന്ന് ജൂതന്മാർ പറയാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി കൊടുത്തു, ഇഖ്സഉ വല്ലാഹി, ഇഖ്സഉ നിങ്ങൾ നിന്ദരാകട്ടെ, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ലാ നഖ്ലുഫുകും ഫീഹാ അബദാ, നിങ്ങളുടെ പിന്നിൽ ഞങ്ങൾ അവിടെ നരകത്തിൽ ബാക്കിയാവുകയില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി കൊടുക്കുകയാണ്. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുന്നു, എന്താണ്? ബലാ, നിങ്ങൾ ഈ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. 81-ാമത്തെ ആയത്ത്, ബലാ, കാര്യം നിങ്ങൾ ഈ വാദിക്കുന്ന പോലെ, നിങ്ങൾ വ്യാമോഹിക്കുന്ന പോലെയല്ല കാര്യം. മൻ കസബ സയ്യിഅ, ആരാണോ തിന്മ സമ്പാദിച്ചത്, ആരാണോ വൃത്തികേടുകൾ, മ്ലേച്ഛതകൾ സമ്പാദിച്ചു കൂട്ടിയത്, അതായത് ഇവിടെ സയ്യിഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിർക്കാണ്. ആരാണോ ഷിർക്ക് സമ്പാദിച്ചു കൂട്ടിയത്, വഅഹാതത് ബിഹി ഖതിഅതു, ഷിർക്കുമായി ബന്ധപ്പെട്ട തിന്മകൾ, അതിലേക്ക് നയിക്കുന്ന മാർഗങ്ങൾ, അതൊക്കെ ആരാണോ ഉണ്ടാക്കി അവൻ്റെ ജീവിതം അങ്ങനെ തന്നെ ഷിർക്കിലായിക്കൊണ്ട് അതിൻ്റെ ചുറ്റിലും ജീവിച്ചത് ആരാണോ. അപ്പോൾ ഒരാൾ ഷിർക്ക് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ഉപോൽപ്പന്നങ്ങളായ തിന്മകളും മ്ലേച്ഛതകളും ഒക്കെ അവൻ്റെ ജീവിതത്തിലുണ്ടായി. ആ ഒരു അവസ്ഥയിൽ വൃത്തികെട്ട വഴികേടിലായിക്കൊണ്ട് ആരാണോ മരിക്കുന്നത്, ഫഉലൈക അസ്ഹാബുന്നാർ, അവരാകുന്നു നരകാവകാശികൾ. കണ്ടോ? അപ്പോൾ ഷിർക്ക് ചെയ്യുകയും അതുപോലെ ഹറാമുകളും തോന്നിവാസങ്ങളും ഒക്കെ പ്രവർത്തിക്കുകയും ചെയ്തവർ അവരാകുന്നു നരകാവകാശികൾ.
ഹും ഫീഹ ഖാലിദൂൻ, അവർ കുറച്ചു കാലം കടന്ന് രക്ഷപ്പെടുന്നല്ല, ഹും ഫീഹ ഖാലിദൂൻ, കാലാകാലം അവർ ആ നരകത്തിൽ അവശേഷിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയണം. അപ്പൊ ഈ യഹൂദികളെ നിങ്ങൾ ഈ ചെയ്യുന്ന ശിർക്ക്, ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കുഫറും ശിർക്കും, അത് കാരണത്താൽ നിങ്ങൾ കാലാകാലം നരകത്തിൽ കടക്കാൻ പോവുകയാണ്. അതല്ലാതെ നിങ്ങൾ വാദിക്കുന്നത് പോലെ അല്ല കാര്യം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ടില്ലേ, സുബ്ഹാനല്ലാഹ്. അതുപോലെ ഈ എന്താണ് തരീഖത്തിന്റെ ഷെയ്ഖുമാരൊക്കെ പിടിച്ചിട്ട് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ അമാനി, അവരുടെ വ്യാമോഹം ഇതേപോലെ തന്നെ അല്ലേ, അല്ലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ സൂറത്തു നിസാ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ ഒരിക്കലും അള്ളാഹു പുറത്തു തരികയില്ല. ഒരിക്കലും പൊറുക്കാത്ത തിന്മയാണ് ഷിർക്ക് എന്നുള്ളത്. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഏതെങ്കിലും ഒന്ന് അല്ലാത്തവർക്ക് കൊടുക്കുക, അല്ലെ? അള്ളാഹുവിനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പടപ്പിനെ പങ്കു ചേർക്കുക. അള്ളാഹു കേൾക്കുന്നത് പോലെ ഇന്ന ആള് കേൾക്കും. എവിടുന്ന് എപ്പോൾ ആര് വിളിച്ചാലും ഈ വലിയ, അല്ലെങ്കിൽ ആ ഖബറിൽ കിടക്കുന്ന തങ്ങള് പെങ്ങള്, അല്ലെങ്കിൽ പിന്നെ ഇന്ന വലിയ, ഇന്ന നബി കേൾക്കും എന്ന് വിശ്വസിക്കുക, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഞാൻ പിന്നെ പറഞ്ഞാൽ അതിന് ഉത്തരം നൽകും, എന്നെ സഹായിക്കും എന്ന് വിശ്വസിക്കുക ഷിർക്കാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ. ഇങ്ങനെ അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക, തങ്ങളെ എന്നെ രക്ഷിക്കണേ, തങ്ങളെ നിങ്ങൾ എന്നെ കാണുന്നില്ല, തങ്ങളെ എൻ്റെ പിന്നെ രോഗം മാറ്റണം, തങ്ങളെ എന്നെ നരകത്തു നിന്ന് രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലെ, ആകാശത്തേക്ക് കൈയുയർത്തിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് പലരും. അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന പോലെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയും ഔലിയാക്കന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന ഗുരുതരമായ തിന്മ അത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക, അതല്ലാത്ത തിന്മകൾ അള്ളാഹു ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. അപ്പൊ ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പൂർണ്ണമായി തൗബ ചെയ്ത് മുസ്ലിം ആകുന്നത് വരെ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും എന്നിട്ട് ഇപ്പോൾ ഇതാ അള്ളാഹുവിൻ്റെ ആദിൽ നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു. എന്താണ് ഇപ്പം ഇങ്ങനെ യഹൂദികളുടെയും വഴികേട് ബാധിച്ച ആളുകളുടെയും ഒക്കെ അവസ്ഥ പറയുമ്പോൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവർ. അപ്പോൾ ഈമാന് വേണം. ഈമാനിന്റെ കാരണമാണെന്ത്? ഇൽമ്. ഓർമ്മിച്ചു വെക്കണം കേട്ടോ. ഈമാൻ, അമലു സാലിഹാത്ത് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം. ഇന്നല്ലദീന ആമനു വഅമിലു സാലിഹാത്ത് വല്ലദീന ആമനു വഅമിലു സാലിഹാത്ത് ഇല്ലല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ഒരുപാട് സ്ഥലത്ത് കാണും. ഇത് വലിയ അടിസ്ഥാനാണ്, ദീനിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനാണ്. അള്ളാഹു പറഞ്ഞു, വല്ലദീന ആമനു, വിശ്വസിച്ചവർ. വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? ഇൽമ് വേണം, അറിവ് വേണം. അറിവുണ്ടെങ്കിലേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ വിശദീകരിച്ചു. അമിലു സാലിഹാത്ത്, ഈ അറിവനുസരിച്ച്, ഈ വിശ്വാസം അനുസരിച്ച് അമല് വേണം, പ്രവർത്തനം വേണം. ഒരു അമല് സാലിഹായ അമലാകണമെങ്കിൽ, ഒരു അമല്, ഞാൻ കമന്റ് ബോക്സ് തുറക്കാണ്, നോക്കട്ടെ എത്ര ആളുകൾക്ക് അറിയാൻ നോക്കാലോ. ഒരു അമല് സാലിഹാകണമെങ്കിൽ രണ്ട് ഷർത്ത്, രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒരു അമല് സാലിഹാകണമെങ്കിൽ, അതായത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, ഏതൊരു അമലും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്നതാകണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ആർക്കാ പറയാൻ പറ്റുക? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാം. നീയത്ത് വേണം. പിന്നെയോ? നീയത്ത്. പിന്നെ ഒന്ന് പറഞ്ഞു, രണ്ടാമത്തേതാണ് വേണ്ടത്. ഒന്നാമത്തേത് അൽ ഇഖ്ലാസ്. നിയത്തിന് നമുക്ക് ഇഖ്ലാസ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇഖ്ലാസ് ഒന്നാമത്തേത്. എന്താണ്? ഇഖ്ലാസ്. അപ്പം അതിലെല്ലാം വന്നു. നമ്മൾ ചെയ്യുന്ന അമല് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അതിൽ ഷിർക്ക് കലരാൻ പാടില്ല. നമ്മൾ ഷിർക്ക് ചെയ്ത ആളുടെ അമൽ അള്ളാഹു സ്വീകരിക്കൂലല്ലോ. അപ്പം ഷിർക്ക് കലരാൻ പാടില്ല. അതാണ് ഒന്നാമത്തേത്, ഇഖ്ലാസ്. ചെറിയ ഷിർക്ക് ഉണ്ടാകാൻ പാടില്ല. ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാരെ കാണിക്കാൻ റിയാ ആകാൻ പാടില്ല. വലിയ ഷിർക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ രണ്ടുമില്ലാത്ത ഇഖ്ലാസ് ഉള്ള അമലായിരിക്കണം ഒന്ന്.
രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അഹ്സൻതും ബാറക്കല്ലാഹു ഫീക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആയിരിക്കണം നമ്മുടെ പ്രവൃത്തി. സുന്നത്ത് ഇത്തിബാ എന്നാണ് പറയുക. ഇത്തിബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരിച്ചായിരിക്കണം. അല്ല അപ്പോൾ അൽ ഇഖ്ലാസ് വൽ ഇത്തിബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം അമല്. നമുക്ക് തോന്നിയതുപോലെ പുതിയത് ഉണ്ടാക്കാനോ നമ്മുടെ ഊഹത്തിനനുസരിച്ച് ചെയ്യാനോ പറ്റില്ല. നബി എന്താണോ പഠിപ്പിച്ചത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്താണ്? ഇഖ്ലാസ് ആയിരിക്കണം, അള്ളാഹുവിന് മാത്രമായിരിക്കണം. അപ്പോഴേ അമല് സ്വാലിഹാവുകയുള്ളൂ. മനസ്സിലായില്ലേ? ഒരു അമല് അള്ളാഹു സ്വീകരിക്കുന്നതാകണമെങ്കിൽ ഈ രണ്ട് ഷർത്തുകൾ നമ്മൾ പാലിക്കണം. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാകുന്നു സ്വർഗാവകാശികൾ. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഞാൻ ബനൂ ഇസ്രായേൽ കുടുംബത്തിൽ യാക്കൂബ് നബിയുടെ കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട്, ഞാൻ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ ഞാൻ തങ്ങളാണ് എന്നതുകൊണ്ട് ഒരാൾ സ്വർഗത്ത് പോകില്ല. മനസ്സിലായില്ലേ? മറിച്ച് സ്വർഗത്തിൽ പോകാനുള്ള മാനദണ്ഡം എന്താണ്? അൽ ഈമാൻ വ അമലു സ്വാലിഹാത്ത്. ഈമാനും അമലു സ്വാലിഹാത്തുമാണ്. ബലാമൻ വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാകുന്നു സ്വർഗാവകാശികൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവരാകട്ടെ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി നമ്മൾക്ക് പഠിപ്പിച്ചു തരാൻ. അപ്പം നല്ല വാപ്പാൻ്റെ മകനാണ്, നല്ല ഉമ്മാൻ്റെ കുട്ടിയാണ് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭൗതികമായ കണക്ഷൻ കാരണത്താലും ഒരാൾ എന്ത് ചെയ്യൂല? സ്വർഗത്ത് പോകില്ല. മനസ്സിലായില്ലേ? ലഹാ മാ കസബത് വ അലൈഹാ മക്തസബത്, അവർ അധ്വാനിച്ചത് അവർക്ക് കിട്ടും, നിങ്ങൾ അധ്വാനിച്ചത് നിങ്ങൾക്ക് കിട്ടും. വ അൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഓരോ മനുഷ്യനും അവനവൻ അധ്വാനിച്ചത് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ. അല്ലേ? അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാളുടെ പാപഭാരം മറ്റൊരാൾ ചുമക്കുകയില്ല. ഞാൻ ചെയ്ത തിന്മകൾ ഞാൻ തന്നെ വഹിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. ഇത്രയും നമുക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്. ومنهم أميون لا يعلمون الكتاب إلا أماني وإن هم إلا يظنون فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون وقالوا لن تمسنا النار إلا أياما معدودة
قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدون. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും സംസാരിക്കാൻ വഇദ് അഖദ്നാ മീസാഖ ബനി ഇസ്രായീൽ എന്ന് തുടങ്ങിയിട്ടുള്ള 83-ാമത്തെ ആയത്. ബനി ഇസ്രായേലികളുമായി ഉണ്ടാക്കിയ കരാറും അവർ ലംഘിച്ചതും പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് അവർ കാണിച്ചിട്ടുള്ള ദുർന്യായങ്ങൾ, അതിനുള്ള മറുപടികളൊക്കെയാണ് ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സൂറത്ത് ബഖറയിൽ അള്ളാഹു സംസാരിക്കുന്നത്. വഇദ് അഖദ്നാ മീസാഖ ബനി ഇസ്രായീൽ, അള്ളാഹു ബനു ഇസ്രായേലികളോട് കരാർ വാങ്ങിയ സന്ദർഭം, കരാർ സ്വീകരിച്ച സന്ദർഭം അള്ളാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിലൂടെ അള്ളാഹു അവരോട് കരാർ വാങ്ങി. എന്താണ് കരാർ വാങ്ങിയത്? ലാ തഅബുദൂന ഇല്ലല്ലാഹ്, നിങ്ങൾ അള്ളാഹു അല്ലാതെ ഒരാളെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് ഒരുപാട് ഇനങ്ങളുണ്ട് അല്ലേ? സുജൂദ്, റുകൂഅ്, ദുആ, പ്രാർത്ഥന അല്ലേ? അതുപോലെ തന്നെ തവക്കുലാക്കുക. അല്ലാതെ തവക്കുലാക്കാൻ പറ്റൂല. ഭയം, പ്രതീക്ഷ, നേർച്ച, വഴിപാടുകൾ, ഇതൊക്കെ എന്താണ്? അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തുകളാണ്. പ്രതീക്ഷ, അങ്ങേയറ്റത്തെ പ്രതീക്ഷ, സ്നേഹം, അങ്ങേയറ്റത്തെ സ്നേഹം ഒക്കെ ഇബാദത്താണ്. അപ്പൊ ഈ ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് കൊടുക്കരുത് എന്ന് ബനു ഇസ്രായേലുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കരാർ വാങ്ങിയ സന്ദർഭം. ഇത് ശരിക്കും ബനു ഇസ്രായേലുകൾ മാത്രമല്ല, എല്ലാ മനുഷ്യരോടും അള്ളാഹു വാങ്ങിയ കരാറാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹു അല്ലാതെ മറ്റൊരു പടപ്പിനെയും ആരാധിക്കാൻ പാടില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് നമ്മളെ അള്ളാഹു പടച്ചതിന്റെ പിന്നിലെ ലക്ഷ്യം. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യരുടെയും റൂഹ് പടച്ച ശേഷം അള്ളാഹു ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്? എല്ലാവരും പറഞ്ഞു ബലാ ഷഹിദ്നാ, അതെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പം ഞാനും നിങ്ങളും അടക്കം ലോകത്ത് ആദം അലൈഹിസ്സലാമിന്റെ സന്തതികളായി ആരൊക്കെ വരുന്നുണ്ടോ എല്ലാവരും അള്ളാഹുവിനോട് കൊടുത്ത കരാറാണെന്ത്? നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്, അള്ളാഹു നമ്മുടെ റബ്ബാൻ, അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന കാര്യം. ശരി. വഇദ് അഖദ്നാ മീസാഖ ബനി ഇസ്രായീല ലാ തഅബുദൂന ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ, അള്ളാഹുവിനോടുള്ള ഹക്ക് പറഞ്ഞു. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, മറ്റൊരാളെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. അപ്പം അള്ളാഹുവിനോടുള്ള ഹക്ക്, അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടികളോടുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബാധ്യത എന്താണ്? മാതാപിതാക്കളോടുള്ള ബാധ്യതയാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കാനും അള്ളാഹു അവരോട് കൽപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ അമലി അഫ്ദൽ, ഏറ്റവും മഹത്തരമായ സൽപ്രവൃത്തി, സൽക്കർമ്മം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. അപ്പൊ വീണ്ടും അദ്ദേഹം ചോദിച്ചു, സുമ്മ അയ്യു, പിന്നെ ഏതാണ്? അപ്പൊ പറഞ്ഞു ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കലാണ്. കണ്ടോ? അപ്പോ വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിനോടുള്ള ഹക്ക് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഹക്കാണെന്ത്? മാതാപിതാക്കളോടുള്ള കടമയും ബാധ്യതകളും. അള്ളാഹു അത് പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
വബിൽ വാലിദൈനി ഇഹ്സാന വദിൽ ഖുർബ വൽ യതാമ വദിൽ ഖുർബ. ദിൽ ഖുർബ എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ. മാതാപിതാക്കൾ കഴിഞ്ഞാൽ എന്താണ്, പിന്നെ രക്തബന്ധുക്കളായിട്ടുള്ള ആളുകൾ, അല്ലേ, സിബ്ലിങ്സ്, എന്താണ്, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അല്ലേ, ആങ്ങള പെങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകൾ. അതുപോലെ തന്നെ മൂത്താപ്പ, എളാമ, അല്ലേ, ഇങ്ങനെയുള്ള ബന്ധങ്ങൾ, അടുത്ത ബന്ധങ്ങൾ, കുടുംബ ബന്ധം. വൽ യതാമ, അതുപോലെ തന്നെ യതീം മക്കൾ, അവരോടൊക്കെ നന്മയിൽ വർത്തിക്കണം, നല്ല രീതിയിൽ നിൽക്കണം എന്ന് അള്ളാഹു ബനു ഇസ്രായേലുകളോട് കരാറ് വാങ്ങി. വൽ മസാക്കീൻ, പാവങ്ങളോട്, അവരോട് നല്ല രീതിയിൽ വർത്തിക്കണം. വഖൂലൂ ലിന്നാസി ഹുസ്ന, അതുപോലെ ജനങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കണം, അവരോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ വിവേകത്തോടെ, വിട്ടുവീഴ്ചയോടെ അവരോട് പെരുമാറണം എന്ന് അള്ളാഹു അവരോട് ആവശ്യപ്പെട്ടു. ഇപ്പൊ അതൊക്കെ ബനി ഇസ്രായേലികളോട് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അള്ളാഹു ഇതെന്തിനാണ് ഖുർആനിൽ ഉൾപ്പെടുത്തിയത്? നമ്മൾ ഇതൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ അൽ ഈമാനു ബിൽ, ഈമാൻ കാര്യങ്ങളിൽ പറയുന്നില്ല, എന്താണ്, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം, മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട മുൻകഴിഞ്ഞ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുകയും അനുസരിക്കുകയും വേണം. മനസ്സിലായില്ലേ? അപ്പൊ അത് ഈമാൻ കാര്യത്തിൽ പെട്ടതാണ്. ശരി. വഖൂലു ലിന്നാസി ഹുസ്ന വഅഖീമുസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്തണം. വആതുസ് സകാത്ത്, സകാത്ത് കൊടുക്കണം. ഇതൊക്കെ അള്ളാഹു ഇവരോട് കരാർ വാങ്ങി. എന്നിട്ടോ സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലം മിൻകും, എന്നിട്ടും നിങ്ങളെല്ലാവരും എന്ത് ചെയ്തു? തവല്ല, പിന്തിരിഞ്ഞു നടന്നു. ഇതൊന്നും സ്വീകരിക്കാതെ വഴികേടിലേക്ക് നിങ്ങൾ നടന്നുപോയി. ഇല്ലാ ഖലീലം മിൻകും, നിങ്ങളിലെ വളരെ കുറഞ്ഞ ആളുകൾ ഒഴികെ, വളരെ കുറച്ച് ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും ഇത് സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു പോയി. വഅൻതും മുഅ്രിദൂൻ, നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്തു? നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ച ശേഷവും നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു കളഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. എന്നിട്ട് വീണ്ടും അടുത്ത പേജിൽ അള്ളാഹു പറഞ്ഞു, അവരോട് വീണ്ടും അള്ളാഹു ഉണ്ടാക്കിയ കരാർ. വഇദ് അഖദ്നാ മീസാഖക്കും, അള്ളാഹു നിങ്ങളോട് കരാറുണ്ടാക്കിയ സമയം, തൗറാത്തിൽ നിങ്ങളോടുണ്ടാക്കിയ കരാറാണ്. എന്താണ്? ലാ തസ്ഫികൂന ദിമാഅക്കും, നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല? രക്തം ചിന്താൻ പാടില്ല, പരസ്പരം കൊല്ലാൻ പാടില്ല. വലാ തുഖ്രിജൂന അൻഫുസകും മിൻ ദിയാരിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ നിങ്ങൾ വീടുകളിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല. അതായത് അക്രമത്തിലൂടെ യുദ്ധം ചെയ്ത്, അതുപോലെ തന്നെ അക്രമം പ്രവർത്തിച്ചുകൊണ്ട് ആളുകളെ അവരുടെ സ്വത്തിൽ നിന്ന്, സമ്പത്തിൽ നിന്ന്, അതുപോലെ തന്നെ അവരുടെ വീടിൽ നിന്ന് നിങ്ങൾ ആട്ടിപ്പുറത്താക്കി അവരുടെ സമ്പത്ത് കൈക്കലാക്കാൻ പാടില്ല എന്ന് യഹൂദികളോട് എന്ത് ചെയ്തു? കരാറുണ്ടാക്കി. സുമ്മ അഖ്റർതും, എന്നിട്ട് നിങ്ങൾ ആ കരാറൊക്കെ എന്ത് ചെയ്തു? സ്വീകരിച്ചു. നിങ്ങൾ ആ കരാർ എന്ത് ചെയ്തു? സ്വീകരിച്ചു. വഅൻതും തഷ്ഹദൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങൾ സാക്ഷികളായിക്കൊണ്ട് തന്നെ നിങ്ങൾ ആ കരാറുകളൊക്കെ സ്വീകരിച്ചു. അങ്ങനെയുള്ളവരായ നിങ്ങൾ സുമ്മ അൻതും ഹൗലാഇ തഖ്തുലൂന അൻഫുസകും, അള്ളാഹുവിനോട് നിങ്ങൾ ഇതൊക്കെ കരാറ് ചെയ്തിട്ട് അറിവോടുകൂടി, അറിയാതെ, പിന്നെ ശ്രദ്ധയില്ലാതെ, അശ്രദ്ധമായിട്ടല്ല, കൃത്യമായ അറിവോടുകൂടി, ബോധ്യത്തോടുകൂടി പരസ്പരം കൊലപാതകം നടത്തുകയില്ല, വീടുകളിൽ നിന്ന് പുറത്താക്കുകയില്ല എന്ന് അള്ളാഹുവിനോട് കരാർ ചെയ്തിട്ടും നിങ്ങൾ എന്ത് ചെയ്യാണ്? സുമ്മ അൻതും ഹൗലാ, ഇതാ നിങ്ങൾ. ഈ സംഭവം അള്ളാഹു മദീനക്കാരായ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്തിന് തൊട്ട് മുമ്പുള്ള, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച യഹൂദികളെ ഉദ്ദേശിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അവിടുത്തെ വരവിന്റെ തൊട്ട് മുമ്പ് ജീവിച്ചിരുന്ന യഹൂദി ഗോത്രങ്ങളെ കുറിച്ച് ഉദ്ദേശിച്ചാണ് ഈ ആയത്തുകൾ അവതരിച്ചിട്ടുള്ളത്. സുമ്മ അൻതും, പിന്നീട് ഇതാ നിങ്ങൾ, ഹൗലായി, ഈ നിങ്ങൾ, തഖ്തുലൂന അൻഫുസകും, നിങ്ങൾ ഇതാ പരസ്പരം കൊല ചെയ്യുകയാണ്. വതുഖ്രിജൂന ഫരീഖൻ മിൻകും മിൻ ദിയാരിഹിം, നിങ്ങളിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അവരുടെ വീടുകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുകയാണ്. തദാഹറൂന അലൈഹിം ബിൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മ കൊണ്ടും ശത്രുത കൊണ്ടും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? പിന്നെ അതിക്രമം പ്രവർത്തിക്കുകയാണ്.
ഈ അതിക്രമം നിങ്ങൾ പ്രവർത്തിക്കണം. അപ്പൊ അവര് തൗറാത്തിൽ കൊടുത്ത കരാറ് തെറ്റിച്ചു. ഇവിടെ നമ്മളൊരു പിന്നെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? തൂക്കും ഉസാറ, നിങ്ങൾ പരസ്പരം അക്രമം ചെയ്ത് യുദ്ധം ചെയ്തിട്ട് ബന്ദികളായി നിങ്ങളുടെ അടുക്കൽ ഇവരെ കിട്ടിയാൽ തുഫാദൂഹും, അവരുടെ അടുത്ത് നിന്ന് മോചനദ്രവ്യം വാങ്ങി നിങ്ങൾ അവരെ വെറുതെ വിടാൻ. അപ്പോൾ യഹൂദികൾ തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ്. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ യുദ്ധത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? പിടികൂടിയ പിന്നെ യുദ്ധത്തടവുകാർ, അവരെ നിങ്ങൾ ഫിദിയ വാങ്ങി അവരെ വെറുതെ വിടാണ്, അവരെ നിങ്ങൾ കൊല്ലുന്നില്ല. വഹുവ മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും, നിങ്ങൾക്ക് ആളുകളെ കൊല ചെയ്യുക എന്നതും അവരെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുക എന്നതും നിങ്ങൾക്ക് ഹറാമാണ്, അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ്. എന്നാൽ യുദ്ധത്തിൽ പിടികൂടപ്പെട്ട ആളുകളെ ഫിദിയ വാങ്ങി പ്രായശ്ചിത്തം വാങ്ങി വെറുതെ വിടുക എന്നുള്ളതോ അത് അള്ളാഹു അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോ അള്ളാഹു അനുവദിച്ച ഒരു കാര്യം അവരെടുത്തു, എന്താണ്? ഫിദിയ വാങ്ങി പ്രായശ്ചിത്തം വാങ്ങിയിട്ട് യുദ്ധത്തടവുകാരെ വെറുതെ വിടുക എന്നുള്ളത്. കാരണം ഇവർക്ക് ലാഭമുള്ളതാണ്, പൈസ കിട്ടുന്ന കാര്യമാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? അത് സ്വീകരിച്ചു. എന്നാലോ പരസ്പരം കൊല ചെയ്യുക, പരസ്പരം ആക്രമിച്ച് സ്വത്തും സമ്പത്തും ഒക്കെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നത് അവര് സ്വീകരിച്ചില്ല, നിഷേധിച്ച് അവരത് തള്ളിക്കളഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ചാണ് ബാക്കി ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ്, നിങ്ങൾ തൗറാത്തിന്റെ ചില ഭാഗങ്ങളിൽ വിശ്വസിക്കുകയും. ഏതാണ് ആ വിശ്വസിച്ച ഭാഗം? യുദ്ധത്തടവുകാരെ ഫിദിയ വാങ്ങി മോചനദ്രവ്യം വാങ്ങി മോചിപ്പിക്കുന്ന കാര്യം. വതക്ഫുറൂന ബിബഅദ്, ചില കാര്യങ്ങൾ നിങ്ങൾ നിഷേധിക്കുകയുമാണോ? നിഷേധിച്ച കാര്യം ഏതാണ്? പരസ്പരം കൊല്ലുകയും അതുപോലെ സമ്പത്ത് പിടിച്ചെടുക്കുകയും ചെയ്യുക എന്ന കാര്യം. ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസിയും ഫിൽ ഹയാത്തിദ് ദുനിയ, ഈ ഒരു പ്രവർത്തനം ചെയ്തത് കാരണത്താൽ നിങ്ങൾക്ക് ദുനിയാവിൽ നിന്ദ്യത അല്ലാതെ ലഭിക്കുകയില്ല. വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, ദുനിയാവിൽ നിന്ദ്യത ലഭിക്കുന്നു മാത്രമല്ല, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഇതിനേക്കാൾ കടുത്ത ശിക്ഷയിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ താക്കീത് ചെയ്യുകയാണ്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനല്ല. അപ്പൊ എന്താണ് സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് മദീനയിൽ ഔസ് ഖസ്റജ് എന്നീ രണ്ട് വിഭാഗങ്ങൾ, മുശ്രിക്കുകൾ, യഹൂദികളല്ല, അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകളായിരുന്ന രണ്ട് ഗോത്രക്കാർ, ഔസും ഖസ്റജും, അവര് തമ്മിൽ വർഷങ്ങളോളം കടുത്ത യുദ്ധമായിരുന്നു. അപ്പൊ യഹൂദികൾ അവരുടെ ഗോത്രങ്ങൾ അവരെന്ത് ചെയ്തു? പല വിഭാഗങ്ങളായി തിരിഞ്ഞിട്ട് കുറെ വിഭാഗം ഔസിന്റെ കൂടെ, കുറെ വിഭാഗം ഖസ്റജിന്റെ കൂടെ യുദ്ധം ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ ഖസ്റജിന്റെ കൂടെയുള്ള ജൂതന്മാർ ഔസിന്റെ കൂടെയുള്ള ജൂതന്മാരെ കണ്ടാൽ അവർ കൊല്ലും, അവർക്കാണെങ്കിൽ അത് കൊല്ലാൻ പാടില്ല. അതുപോലെ പരസ്പരം സമ്പത്ത് പിടിച്ചെടുക്കുകയും വീട്ടിൽ നാട്ടി പുറത്താക്കുകയൊക്കെ ചെയ്യും. എന്നാലോ ഈ യുദ്ധത്തിൽ ജൂതന്മാർക്ക് വല്ല തടവുകാരനെ കിട്ടിയാലോ അവരെ കൊന്നുകളയോ? ഇല്ല, അവരെ മോചനദ്രവ്യം വാങ്ങി വിട്ടുകളയും. അപ്പോ മദീനയിലുള്ള ആളുകള് എന്ത് ചെയ്തു? ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, അല്ല ജൂതന്മാരെ, നിങ്ങൾക്ക് ഇങ്ങനെ പരസ്പരം കൊല്ലാൻ പാടില്ലല്ലോ, നിങ്ങളെ തൗറാത്ത് പ്രകാരം നിങ്ങൾക്ക് ഇങ്ങനെ പരസ്പരം കൊല്ലാനോ വീട്ടിൽ നിന്ന് പുറത്താക്കാനോ പാടില്ലല്ലോ, എന്നിട്ട് നിങ്ങൾ എന്താണ് ഇത് ചെയ്യുന്നത്? പിന്നെ അതുപോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പിന്നെ ഇവരെ മോചനദ്രവ്യം വാങ്ങിയിട്ട് വെറുതെ വിടുന്നത്? അവരെ നിങ്ങൾ എന്താണ് കൊല്ലാത്തത് എന്ന ചോദ്യം വന്നു. അപ്പൊ അവര് പറയാണ്, അവരെന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, എന്ത്? യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടാൽ അവരെ വെറുതെ വിടണം, കൊല്ലാൻ പാടില്ല, മോചനദ്രവ്യം വാങ്ങി വെറുതെ വിടണം എന്ന് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അത് ഞങ്ങൾ അനുസരിക്കുകയാണ്. കണ്ടോ? അപ്പൊ അവിടെ അവര് പകുതി സ്വീകരിച്ചു. അവരുടെ അവർക്ക് ലാഭമുള്ള കാര്യം അവരെന്ത് ചെയ്തു? എടുത്തു, സ്വീകരിച്ചു. ഇനിയോ ഇനി രണ്ടാമത് അവർ സ്വീകരിക്കാത്ത ഭാഗോ, അവര് ഔസിന്റെ ഖസ്റജിന്റെ കൂടെ ചേർന്ന് യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് മദീനയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ള പേടി ഉണ്ടായി. അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുമോ? ഏതെങ്കിലും ഒരു വിഭാഗം ജയിച്ചു കഴിഞ്ഞാൽ
പിന്നെ അവർക്ക് അതിൻ്റെ പേരിൽ പ്രയാസം ഉണ്ടാകുമെന്നുള്ള പേടിയുണ്ടായി. ആ പേടിയുള്ളത് കൊണ്ട് അവർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് പരസ്പരം കൊല്ലും ചെയ്തു. അപ്പൊ അവരതന്നെ പറയാണ്, ഇന്നാ നസ്തഹി അൻ തുസ്തദല്ല ഹുലഫാഉന, ഞങ്ങളുടെ പാർട്ടി, ഞങ്ങൾ ചേർന്നിട്ടുള്ള ഔസ് അല്ലെങ്കിൽ ഖസ്റജ്, അവര് തോൽപ്പിക്കപ്പെടുന്നത് ഞങ്ങൾ ലജ്ജയോടുകൂടി കാണുന്നു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അവർക്ക് വഹുവ മുഹറമുൻ അലൈക്കും, അവർക്ക് ഹറാമായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ അവരെന്ത് ചെയ്തു? ചിലത് സ്വീകരിക്കുകയും ചിലത് തള്ളിക്കളയുകയും ചെയ്തു. അപ്പൊ ദീൻ അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ദീനിൽ പൂർണ്ണമായി പ്രവേശിക്കുക. ദീനിൽ നിർബന്ധമായും സ്വീകരിക്കേണ്ട എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുക. മനസ്സിലായോ? കുറച്ച് വിശ്വസിക്കുക, കുറച്ച് തള്ളിക്കളയുക, അങ്ങനെ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറേ ഹദീസുകളൊക്കെ നല്ലതാണ്. ഒന്ന് രണ്ട് ഹദീസുകൾ അത് എനിക്ക് ബുദ്ധിക്ക് യോജിക്കണില്ല, അത് ശരിയാവൂല. ഖുർആനിൽ നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ ചില ആയത്തുകൾ ശരിയില്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ കാഫിറാണ്, അവൻ ഇസ്ലാമിന്റെ പുറത്താണ്. ദീന് മുഴുവനായിട്ട് സ്വീകരിക്കണം. അതിൽ കുറച്ച് സ്വീകരിക്കുകയും കുറച്ച് തള്ളിക്കളയും ചെയ്താൽ അത് ജൂതന്മാരുടെ സ്വഭാവമാണ്, അവൻ ഇസ്ലാമിന്റെ പുറത്താണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷയുണ്ടാകും, നിന്ദ്യത ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉലൈകല്ലദീന ഇശ്തറൗ അൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ, ദുനിയാവിന് വേണ്ടി, ദുനിയാവിലെ താൽക്കാലിക സുഖത്തിന് വേണ്ടി അവരെന്ത് ചെയ്തു? ആഖിറത്തിനെ വിറ്റ് കളഞ്ഞവരാണ്. മനസ്സിലായില്ലേ? അവര് ദുനിയാവിനെ വിലക്ക് വാങ്ങി ആഖിറത്തിനെ വിറ്റിട്ട്. ഫലാ യുഖഫഫു അൻഹുമുൽ അദാബ്, അവർക്ക് ശിക്ഷയിൽ യാതൊരു ഇളവും ഉണ്ടാവുകയില്ല. വലാഹും യുൻസറൂൻ, അള്ളാഹു അവരെ സഹായിക്കുകയുമില്ല, അവർക്ക് യാതൊരു സഹായവും ലഭിക്കുകയുമില്ല. എന്നിട്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ആതൈനാ മൂസൽ കിതാബ്, അവർക്ക് കൊടുത്ത നിഅമത്തുകൾ, നിഅമത്ത് അല്ലാഹു ഓർമ്മിപ്പിക്കാൻ. വലഖദ് ആതൈനാ മൂസൽ കിതാബ്, മൂസ അലൈഹിസ്സലാമിന് അല്ലാഹു തൗറാത്ത് കൊടുത്തു. വഖഫൈനാ മിൻ ബഅദിഹി ബിർറുസുൽ, മൂസ അലൈഹിസ്സലാമിന് ശേഷം അല്ലാഹു ധാരാളം റസൂലുമാരെ, ദൂതന്മാരെ പറഞ്ഞയച്ചു. വആതൈനാ ഈസ ഇബ്ന മറിയമൽ ബയ്യിനാതി, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഈസ അലൈഹിസ്സലാമിനെ അള്ളാഹു പറഞ്ഞയച്ചു ബയ്യിനാത്ത് കൊണ്ട്, അതായത് ഇഞ്ചീല് കൊണ്ട്, അതുപോലെ തന്നെ വലിയ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട്. ഈസാ നബി അലൈഹി സ്വലാമിന്റെ മുഅ്ജിസത്തുകൾ നമുക്കറിയാം അല്ലേ? മരിച്ച ആളുകളെ ജീവിപ്പിക്കുക, അതുപോലെ തന്നെ കണ്ണ് കാണാത്തവർക്ക് കാഴ്ച കിട്ടുക, അങ്ങനെയുള്ള വലിയ വലിയ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ഈസാ നബിയിലൂടെ അവർക്ക് കാണിച്ചു കൊടുത്തു. വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ്, റൂഹുൽ ഖുദുസിനെ കൊണ്ട്, അതായത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് എന്ത് ചെയ്തു? അള്ളാഹു ഈസാ അലൈഹിസ്സലാമിനെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. ഇങ്ങനെ ഓരോ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അഫകുല്ലമാ ജാഅകും റസൂലുൻ ബിമാ ലാ തഹ്വാ അൻഫുസുകും ഇസ്തക്ബർതും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ മാത്രമല്ല നിങ്ങൾ നിഷേധം കാണിച്ചിട്ടുള്ളത്, മൂസാ നബിക്ക് ശേഷം വന്ന ഓരോ നബിയെയും നിങ്ങൾ നിഷേധിച്ചു. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ അടുക്കൽ അല്ലാഹു ചോദിക്കാണ്, അഫകുല്ലമാ ജാഅകും റസൂലുൻ, നിങ്ങളുടെ അടുക്കൽ ഓരോ റസൂല് വരുമ്പോഴെല്ലാം നിങ്ങൾ ചെയ്തതെന്താണ്? ബിമാ ലാ തഹ്വാ അൻഫുസുകും, നിങ്ങളുടെ മനസ്സിനിണങ്ങാത്ത രീതിയിൽ, നിങ്ങളുടെ ദേഹേച്ഛകൾക്കും ആഗ്രഹത്തിനനുസരിച്ച് അല്ലാഹു റസൂലിനെ അയക്കണം. അതെന്തൊരു അഹങ്കാരാണ്? അങ്ങനെയല്ലല്ലോ. അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച്, അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് നമ്മൾ കീഴൊതുങ്ങല്ലേ വേണ്ടത്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച്, നിങ്ങളുടെ ദേഹേച്ഛക്കനുസരിച്ച് നിൽക്കാതെ ഓരോ നബിമാര് കടന്നു വരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്തു? ഇസ്തക്ബർതും, നിങ്ങൾ അഹങ്കരിച്ച് ഈമാനിൽ വിശ്വസിക്കാതെ പിന്തിരിഞ്ഞു നടന്നു. ഫരീഖൻ കദ്ദബ്തും, അങ്ങനെ നിങ്ങളിലെ ഒരു വിഭാഗം നിങ്ങൾ കളവാക്കുകയും, ഫരീഖൻ തഖ്തുലൂൻ, നിങ്ങളിലെ മറ്റൊരു വിഭാഗം ആ നബിമാരെ കൊല ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. യഹ്യ അലൈഹിസ്സലാം, സക്കരിയ അലൈഹിസ്സലാം ഒക്കെ ജൂതന്മാർ കൊന്നതാണ്. അള്ളാഹു അവരുടെ ഷെറിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ അമ്പിയാക്കളെ കൊല ചെയ്യുകയും അവരിൽ അവിശ്വസിക്കുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അങ്ങനെയുള്ള നിങ്ങൾ പിന്നെ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്തതിന് ദുർന്യായങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ മുമ്പ് തന്നെ അമ്പിയാക്കളെ കൊല്ലുകയും
അവരിൽ അവിശ്വസിക്കുകയും ചെയ്തവരാണ് എന്ന് അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. വഖാലു, എന്നിട്ട് അവരുടെ ദുർന്യായം അള്ളാഹു പറയാണ്, വഖാലു ഖുലൂബുന ഗുൽഫ്. ഗുൽഫ് എന്ന് പറഞ്ഞാൽ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ അട്ടി അട്ടിയായിട്ട് നിറഞ്ഞു കിടക്കുക. വഖാലു ഖുലൂബുന ഗുൽഫ്, ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ നിറഞ്ഞു കിടക്കാണ്, അടച്ചു കിടക്കാണ്, ഇനി ഇതിൻ്റെ അകത്തൊന്നും കയറാൻ സ്ഥലമല്ല എന്നവർ പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? തൗറാത്തിലുള്ള അഹങ്കാരം നോക്ക് നിങ്ങൾ. തൗറാത്തിലുള്ള മൂസാ നബി പഠിപ്പിച്ചു തന്ന വിജ്ഞാനങ്ങൾ കാരണത്താൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞു കിടക്കാണ്, ഇനി മുഹമ്മദ് നബി കൊണ്ടുവന്ന വഹീന്റെ വിജ്ഞാനം കൂടി പ്രവേശിക്കാനുള്ള സ്ഥലം ഞങ്ങളുടെ ഹൃദയത്തിൽ ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കാത്തത്. വഖാലു ഖുലൂബുന ഗുൽഫുൻ, ഇത് അവർ പറഞ്ഞു ഞങ്ങളുടെ ഹൃദയം അടഞ്ഞു കിടക്കാണ്, ഞങ്ങൾക്കിനി ഞങ്ങളുടെ ഹൃദയത്തിൽ സ്ഥലമില്ല എന്നവർ പറഞ്ഞു. പക്ഷെ അള്ളാഹു മറുപടി കൊടുത്തു, ബല്ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയത്തിലേക്ക് ഈ ഈമാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക എന്ന വലിയ നിഅമത്ത്, അത് അവരുടെ ഹൃദയത്തിൽ പ്രവേശിക്കാത്തത് എന്തുകൊണ്ടാണ്? അള്ളാഹു അവരെ ശപിച്ചത് കാരണത്താലാണ്, അവരുടെ ഹൃദയം അള്ളാഹു അടച്ചത് കാരണത്താലാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. ബല്ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം ഫഖലീലം മാ യുഅ്മിനൂൻ, അവരിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് വിശ്വസിക്കുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? അപ്പോ അള്ളാഹു അവർക്ക് മറുപടി കൊടുത്തു, അവരുടെ ഹൃദയം അള്ളാഹു അടച്ചതാണ്, അവരെ അള്ളാഹു ശപിച്ചതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹ് മുസദ്ദിഖുൻ ലിമാ മഅഹും, വലമ്മാ ജാഅഹും അവർക്ക് വന്നെത്തിയപ്പോൾ, കിതാബുൻ മിൻ ഇൻദില്ലാഹ് അള്ളാഹുവിൽ നിന്നുള്ള കിതാബ്, അതായത് ഖുർആൻ, അള്ളാഹുവിൽ നിന്നുള്ള ഖുർആൻ അവർക്ക് വന്നെത്തി. മുസദ്ദിഖുൻ ലിമാ മഅഹും, ഓൾറെഡി അവരുടെ കയ്യിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട്. ഖുർആൻ വന്നത് എന്താണ്? തൗറാത്തിലുള്ള കാര്യങ്ങളൊക്കെ ശരിവെച്ചുകൊണ്ടാണ്. വകാനു മിൻ ഖബ്ലു, എന്നാൽ ഇവരാകട്ടെ ഈ ഖുർആൻ വന്നെത്തുന്നതിന് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ഇവരുടെ അവസ്ഥ എന്തായിരുന്നു? യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, മദീനയിൽ ഉണ്ടായിരുന്ന കാഫറുകൾ, അതായത് യഹൂദികളല്ലാത്ത, അഹ്ലുൽ കിതാബ് അല്ലാത്ത മുശ്രിക്കുകളോട് അവരെന്ത് ചെയ്യുമായിരുന്നു? അവര് അഭിമാനം പറയുമായിരുന്നു, ഞങ്ങളിലേക്ക് ഒരു നബി വരാൻ പോവാണ്. അവരിങ്ങനെ എന്താണ് പേടിപ്പിക്കുമായിരുന്നു. മദീനക്കാരായ ആളുകളെ, അവരിലെ കുട്ടികളെയും ആളുകളെയും ഒക്കെ പേടിപ്പിക്കുമായിരുന്നു. ഇതാ ഞങ്ങളിലേക്ക് ഒരു നബി വരാൻ പോവാണ്, ആ നബി വന്നു കഴിഞ്ഞാൽ ആ നബിയുടെ കൂടെ ഞങ്ങളൊക്കെ അണിനിരക്കും, എന്നിട്ട് ആ നബിയുടെ നേതൃത്വത്തിൽ നിങ്ങളെയൊക്കെ കൊന്നൊടുക്കും എന്ന് അവരിങ്ങനെ വീമ്പിളക്കാറുണ്ടായിരുന്നു. അങ്ങനെ വീമ്പിളക്കിയ ആളുകൾ, ആ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ ഉള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് നബി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി, അങ്ങനെ അവർക്ക് അറിയുന്ന ആ നബി, ആ ഖുർആൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നെത്തിയ സന്ദർഭത്തിൽ അതാ കഫറൂ ബിഹി, അവര് നിഷേധിക്കുകയാണ് ചെയ്തത്. അതെന്തുകൊണ്ടാണ്? അവര് വിചാരിച്ച പോലെ അവരുടെ ഗോത്രത്തിൽ ബനൂ ഇസ്രായേലികളുടെ ഒരു മെമ്പർ ആയിക്കൊണ്ടല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. നേരെ മറിച്ച് അറബികളുടെ കൂട്ടത്തിലാണ് അള്ളാഹു മുഹമ്മദ് നബിയെ പറഞ്ഞയച്ചത്. അതുകൊണ്ടുള്ള അസൂയ കാരണത്താൽ, അതുകൊണ്ടുള്ള വിദ്വേഷം കാരണത്താൽ മാത്രമാണ് അവര് നബിയിൽ വിശ്വസിക്കാതിരുന്നത്. അവരുടെ കൽബ് എത്ര മോശമായിരിക്കും! അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങളുടെ അടുക്കൽ നിങ്ങൾ തൊട്ട് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ തൊട്ട് മുമ്പത്തെ വർഷങ്ങളിൽ ഇതാ നബി വരാൻ പോവാണ്, ആ നബി ഞങ്ങളുടെ കൂട്ടത്തിലാണ് വരിക, ആ നബിയുടെ കൂടെ കൂടിയിട്ട് നിങ്ങളൊക്കെ ഞങ്ങൾ കൊല്ലും എന്ന് വീമ്പിളക്കി നടന്ന നിങ്ങൾ, തൗറാത്തിൽ വ്യക്തമായി നിങ്ങളുടെ സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയിൽ മുഹമ്മദ് നബിയെ കുറിച്ച് മനസ്സിലാക്കിയ നിങ്ങൾ, ആ നബി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾ പിന്തിരിഞ്ഞ് നടന്നു, നിഷേധിച്ചു. ഒരൊറ്റ കാരണം, നിങ്ങളുടെ കൂട്ടത്തിൽ വന്നില്ല. മനസ്സിലായില്ലേ? അവരുടെ ഒരു കക്ഷിത്വം, അവരുടെ തഅസ്സുബ് നോക്കൂ നിങ്ങൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ, കാഫിറുകൾക്ക് അതാ അള്ളാഹുവിന്റെ
ലഅന, അള്ളാഹുവിന്റെ ശാപം. ലഅനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവർ വളരെയധികം വിദൂരമാണ്. അങ്ങനെ അവർ കാലാകാലം നരകാഗ്നിയിൽ പെടും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അവർക്ക് ശിക്ഷ ഒരിക്കലും ഇളവ് നൽകപ്പെടുകയില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ബിഇസ മശ്തറൗ ബിഹി അൻഫുസഹും, ബിഇസ മശ്തറൗ ബിഹി അൻഫുസഹും. അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെ അവർ ഈ ദുനിയാവ് വിലക്ക് വാങ്ങിയത്, അവരെ സ്വന്തത്തിനെ തന്നെ വിലക്ക് കൊടുത്തിട്ട് അവർ വാങ്ങിയത് എന്താണ്? ഈ കുഫറും ഈ തോന്നിവാസങ്ങളും ഈ വഴികേടുമാണ്. അയ്യക്ഫുറു ബിമാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ച ഖുർആനിനെ നിഷേധിച്ചുകൊണ്ട് അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർ വിലക്ക് വാങ്ങിയത്, പകരം അവർ നേടിയെടുത്തത് ദുനിയാവിലെ തുച്ഛമായ കാര്യമാണ്. ബഗിയൻ, ഹസദ് കൊണ്ട്, അസൂയ കാരണത്താൽ. മനസ്സിലായില്ലേ? നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഈ അതിരുവിട്ട പ്രവൃത്തി, അത് അസൂയാണ് അവിടെ ഉദ്ദേശം. ആ അസൂയ കാരണത്താൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ സ്വന്തത്തെ തന്നെ നഷ്ടപ്പെടുത്തിയിട്ട് ദുനിയാവ് കരസ്ഥമാക്കി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇനി അള്ളാഹു എവിടെ, ഏത് കൗമിലേക്കാണ്, ഏത് വിഭാഗത്തിന്റെ കൂടെയാണ് റസൂലിനെ അയക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ താല്പര്യമാണ്. അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അയ്യുനസ്സിലല്ലാഹു മിൻ ഫദ്ലിഹി അലാ മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു അവന്റെ ഫദ്ല് ആയിട്ടുള്ള വഹി ഇറക്കി കൊടുക്കുക. അല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല അള്ളാഹു നബിമാരെ തീരുമാനിക്കുകയും വഹി ഇറക്കുകയും ചെയ്യുന്നത്. ഫബാഉ ബിഗദബിൻ അലാ ഗദബ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ കോപത്തിന് മേൽ കോപം അവർക്കുണ്ടായി. ഇരട്ടി കോപം, 2 പ്രാവശ്യം കോപം അവർക്കുണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 2 കോപം അവർക്കുണ്ടാകാൻ കാരണം എന്താണ്? ഒന്ന്, അവരുടെ കയ്യിലുള്ള തൗറാത്തിനെ അവര് കളഞ്ഞു കുളിച്ചു, അതിനെ മാറ്റിത്തിരുത്തലുകൾ വരുത്തി, അതുപോലെ തന്നെ അതിൽ അവർ എന്ത് ചെയ്തു? തോന്നിയത് എഴുതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചു. അങ്ങനെ അവർക്ക് ഒരു കോപം കിട്ടി. അതുപോലെ തന്നെ രണ്ടാമത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുന്നതിലൂടെ അവർക്ക് രണ്ടാമത്തെ കോപവും കിട്ടി. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമയിലൂടെ കിട്ടിയ തൗറാത്തിനെ അതിൽ വഞ്ചന കാണിച്ചത് നിമിത്തം ഒരു കോപം, രണ്ടാമത്തേത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലഭിച്ച ഖുർആനിനെ നിഷേധിച്ചതിലൂടെ രണ്ടാമത്തെ കോപം. ഫബാഉ ബിഗദബിൻ അലാ ഗദബ്, അങ്ങനെ കോപത്തിന് മുകളിൽ കോപം അവർക്കുണ്ടായി എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞു. വലിൽ കാഫിരീന അദാബും മുഹീൻ, അവർക്കാകട്ടെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള നിന്ദ്യമായ ശിക്ഷ ഉണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത്രയും ഭാഗം നമ്മൾക്ക് കേൾക്കാം. وَإِذْ أَخَذْنَا مِيثَاقَ بَنِي إِسْرَائِيلَ لَا تَعْبُدُونَ إِلَّا اللَّهَ وَبِالْوَالِدَيْنِ إِحْسَانًا وَذِي الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينِ وَقُولُوا لِلنَّاسِ حُسْنًا وَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ ثُمَّ تَوَلَّيْتُمْ إِلَّا قَلِيلًا مِّنكُمْ وَأَنتُمْ مُعْرِضُونَ. وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ وَلَا تُخْرِجُونَ أَنفُسَكُمْ مِنْ دِيَارِكُمْ ثُمَّ أَقْرَرْتُمْ وَأَنْتُمْ تَشْهَدُونَ. ثُمَّ أَنْتُمْ هَؤُلَاءِ تَقْتُلُونَ أَنفُسَكُمْ وَتُخْرِجُونَ فَرِيقًا مِّنكُم مِّن دِيَارِهِمْ تَظَاهَرُونَ عَلَيْهِم بِالْإِثْمِ وَالْعُدْوَانِ وَإِن يَأْتُوكُمْ أُسَارَىٰ تُفَادُوهُمْ وَهُوَ مُحَرَّمٌ عَلَيْكُمْ إِخْرَاجُهُمْ
أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين ولقد جاءكم موسى بالبينات ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഇൻഷാ അല്ലാഹ് ഈ ഒരു ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും യഹൂദികളുടെ അവസ്ഥ വീണ്ടും വിശദീകരിക്കാൻ വഇദാ ഖീല ലഹും ആമിനൂ ബിമാ അൻസലല്ലാഹ് എന്താണ് വഇദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ ആമിനൂ ബിമാ അൻസലല്ലാഹ് അള്ളാഹു അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുക, അതായത് ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കുക എന്ന് അവരോട് പറയപ്പെട്ടാൽ ഖാലൂ നുഅ്മിനു ബിമാ ഉൻസില അലൈന അവർ പറയും ഞങ്ങളിലേക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിൽ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അത് മതി ഞങ്ങൾക്ക് എന്ന അർത്ഥത്തിൽ അവർ പറയും. അപ്പം അള്ളാഹു അവർക്ക് മറുപടി കൊടുക്കുകയാണ്. ഇവരുടെ അവസ്ഥ എന്താണ്? വയക്ഫുറൂന ബിമാ വറാഅഹ് എന്നിട്ട് ഇവരെന്ത് ചെയ്യാണ്? തൗറാത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൗറാത്തിന് ശേഷം വന്നതിലൊക്കെ കാഫിറാവുകയും നിഷേധിക്കുകയും ചെയ്യുന്നു. വഹുവൽ ഹഖ് മുസദ്ദിഖൻ ലിമാ മഅഹും യഥാർത്ഥത്തിൽ തൗറാത്തിൽ ഉള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ്
അതുപോലെ ഇഞ്ചീലിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് അവര് ഇതിലൊക്കെ അവിശ്വസിച്ചിട്ട് അവര് പറയാനെന്ത്, തൗറാത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ അള്ളാഹു അവരോട് തിരിച്ച് ചോദ്യം ചോദിക്കാൻ, എന്താണ്, ഖുല്ലിമ തഖ്തുലൂന അംബിയാ അല്ലാഹ് മിൻ ഖബ്ലു ഇൻ കുൻതും മുഅ്മിനീൻ, എങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് തൗറാത്ത് അനുസരിച്ച് ഹുക്മ് നടത്തിയ, തൗറാത്തിലേക്ക് തന്നെ ക്ഷണിച്ച, അതായത് മൂസ അലൈഹിസ്സലാമിന് ശേഷം ഈസാ നബി വരുന്നതിന് മുമ്പ് യഹ്യ അലൈഹിസ്സലാം, അതുപോലെ സക്കരിയ അലൈഹിസ്സലാം, അവരൊക്കെ തൗറാത്തിലേക്കാണ് ക്ഷണിച്ചത്, അല്ലെങ്കിൽ തൗറാത്താണ് അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് നബിമാർ കടന്നു വന്നു. അവരെയൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് കൊലപ്പെടുത്തി? അവരെ നിങ്ങൾ എന്തുകൊണ്ട് അനുസരിച്ചില്ല? നിങ്ങൾ യഥാർത്ഥത്തിൽ തൗറാത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ നബിമാരെ ഒന്നും നിങ്ങൾ കൊല്ലുകയോ അവരോട് അനുസരണക്കേട് കാണിക്കുകയോ ചെയ്യുമായിരുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് തൗറാത്തിലും വിശ്വാസമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുന്നിൽ എന്ത് ചെയ്യാണ്, സ്ഥാപിക്കുകയാണ്. വലഖദ് ജാഅകും മൂസാ ബിൽ ബയ്യിനാതി, മൂസ അലൈഹിസ്സലാം നിങ്ങൾക്ക് വന്നു, ബിൽ ബയ്യിനാത്ത്, മുഅ്ജിസത്തുകൾ കൊണ്ട്. അല്ലെ, മൂസാ നബിയുടെ മുഅ്ജിസത്തുകൾ നമുക്കറിയാം. വടി, അതുപോലെ തന്നെ കയ്യിൽ പിന്നെ വെളിച്ചുണ്ടാകുക, കടൽ പിളർത്ത, ഇങ്ങനെയുള്ള മുഅ്ജിസത്തുകൾ കൊണ്ട് മൂസ അലൈഹിസ്സലാം വന്നു. സുമ്മത്തഖൽതുമുൽ ഇജ്ല മിൻ ബഅദി, നിങ്ങളുടെ അവസ്ഥ ഇതാണ്. നിങ്ങൾക്ക് എത്ര 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 നന്മകൾ വന്നാലും, എന്തെല്ലാം ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ വന്നാലും നിങ്ങൾ വീണ്ടും വീണ്ടും നിഷേധത്തിലേക്ക് പോവുക എന്നതാണ് നിങ്ങളുടെ അവസ്ഥ. മൂസാ നബി ഇതൊക്കെ കൊണ്ടുവന്നിട്ടും സുമ്മത്തഖൽതുമുൽ ഇജ്ല മിൻ ബഅദി, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ പശുവിനെ ആരാധ്യ വസ്തുക്കളാക്കി സ്വീകരിച്ചു. പശുവിനെ നിങ്ങൾ സ്വീകരിച്ചു. വഅൻതും ദാലിമൂൻ, നിങ്ങൾ അക്രമകാരികളായിക്കൊണ്ട്, ദുൽമ ചെയ്തുകൊണ്ട്. കാരണം ഏറ്റവും വലിയ ദുൽമാണ് എന്ത്? ഷിർക്ക്. ഇന്ന ഷിർക ലദുൽമുൻ അദീം, അള്ളാഹിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഷിർക്ക്. ശരി, അങ്ങനെ ഷിർക്ക് ചെയ്തുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് തന്നെ ഷിർക്ക് ചെയ്തിട്ട് നിങ്ങൾ വലിയ വാലിമീങ്ങളായി തീർന്നു. വഇദ് അഖദ്നാ മീസാഖകും, അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ സംഭവം. വഇദ് അഖദ്നാ, മുമ്പ് ഇതിൽ സൂറത്ത് ബഖറയിൽ തന്നെ മുമ്പ് പറഞ്ഞ അതേ സംഭവം. വഇദ് അഖദ്നാ മീസാഖകും, നിങ്ങളോട് അള്ളാഹു കരാറ് വാങ്ങിയ സമയം. വറഫഅനാ ഫൗഖകുമുത്തൂറ, നിങ്ങളുടെ മുകളിൽ ജബൽ തൂറിനെ കൊണ്ടുവന്ന്, വലിയ പർവ്വതത്തെ നിങ്ങളുടെ തലക്ക് മുകളിൽ കൊണ്ടുവന്ന് വെച്ച സന്ദർഭം. എന്നിട്ട് തൗറാത്ത് സ്വീകരിക്കാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച സന്ദർഭം. ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ, ഞാൻ നിങ്ങൾക്ക് നൽകിയ തൗറാത്തിനെ നിങ്ങൾ ശക്തിയുക്തം സ്വീകരിക്കുക എന്ന് ആവശ്യപ്പെട്ട സന്ദർഭം. വസ്മഉ, എന്നിട്ട് നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്ന സന്ദർഭം. അപ്പൊ ഈ എന്താണ്, ഈ പർവ്വതം തലക്ക് മുകളിൽ ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്തു? വേഗം അള്ളഹാനോട് കരാറ് വാങ്ങിയ, ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾ കേട്ടു എന്നവർ പറഞ്ഞു. എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട ഉടനെ ഖാലു സമിഅനാ വഅസൈനാ, നിങ്ങൾ പറഞ്ഞു സമിഅനാ എന്നാണ് അവരോട് പറയാൻ ആവശ്യപ്പെട്ടത്. അപ്പൊ അവർ പർവ്വതം തലക്ക് മുകളിൽ ഉണ്ടാകുമ്പോൾ അവർ പറഞ്ഞു സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു. പർവ്വതം നീങ്ങിപ്പോയി അവർ രക്ഷപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അവർ പറയണം സമിഅനാ വഅസൈനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്തൊരു അനുസരണ കെട്ട ആളുകളാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമിഅനാ വഅസൈനാ, ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു, അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു. വഉശ്രിബൂ ഫീ ഖുലൂബിഹിമുൽ ഇജ്ല, അവരുടെ ഹൃദയങ്ങളിൽ ആ പശുക്കുട്ടി, ആ ഷിർക്ക്. നോക്കൂ നിങ്ങൾ, ഷിർക്കിന്റെ അപകടം നോക്കൂ നിങ്ങൾ. അവരൊരു എന്താണ്, ഒരു ചെറിയൊരു സമയത്ത് അവർ ഷിർക്കിൽ പെട്ടുപോയി, അത് അവരുടെ ഹൃദയത്തിൽ കുടിപ്പിക്കപ്പെട്ടു എന്നാണ് അള്ളാഹു പറയുന്നത്. ആ പശുക്കുട്ടിയോടുള്ള ആരാധനയും സ്നേഹവും അതിനോടുള്ള ആ പിന്നെ അഭിവാഞ്ചയും അവരുടെ ഹൃദയത്തിൽ കുടിപ്പിക്കപ്പെട്ടു എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഷിർക്ക് ഹൃദയത്തിൽ കലർന്നാൽ അങ്ങനെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഉശ്രിബൂ ഫീ ഖുലൂബിഹിമുൽ ഇജ്ല, അങ്ങനെ അവരുടെ ഹൃദയത്തിൽ ഷിർക്ക് കലർന്നു. അങ്ങനെ അവർക്ക് കണ്ണ് കാണാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു കാര്യത്തോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം അയാളെ എന്താക്കി തീർക്കും? അന്ധനും ബധിരനുമാക്കി തീർക്കും എന്ന് പറഞ്ഞതുപോലെ ഹദീസിൽ വന്നതാണ്. അതുപോലെ അവരായി തീർന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു
വഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ല ബികുഫ്രിഹിം, അവരുടെ സത്യനിഷേധം കാരണത്താൽ അവരോടുള്ള അവരുടെ ഈ ഷിർക്ക് അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞു പോയി. ഖുൽ ബിഅസ മാ യഅ്മുറുകും ബിഹി ഈമാനുക്കും, നിങ്ങളുടെ ഈ ഈമാൻ, ഈ ഈമാൻ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരിയായ ഈമാനാണോ? അല്ല, ഇവരുടെ പിഴച്ച വിശ്വാസം. മനസ്സിലായോ? നിങ്ങളുടെ ഈ പിഴച്ച വിശ്വാസം, നിങ്ങളുടെ പിതാക്കന്മാരുടെ ഈ വിശ്വാസം, ഈ ഷിർക്കിന്റെയും കുഫറിന്റെയും വിശ്വാസം, അത് നിങ്ങളോട് എത്ര മോശം കാര്യമാണ് പ്രവർത്തിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത്. എത്ര മോശം വിശ്വാസമാണ് നിങ്ങൾ വെച്ചു പുലർത്തുന്നത്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥത്തിൽ തൗറാത്തിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ പശുക്കുട്ടിയെ ആരാധിച്ച് ഷിർക്കിലും കുഫറിലും അനുസരണക്കേടിലുമായി നിങ്ങൾ കഴിയുമായിരുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ്. അടുത്ത ആയത്ത് 94-ാമത്തെ ആയത്ത് അല്ലാഹു പറഞ്ഞു, ഈ യഹൂദികൾ, ജൂതന്മാർ, ബനി ഇസ്രായേലുകൾ അവർ വാദിക്കുമായിരുന്നു, ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് സ്വർഗം, വേറെ ഒരാൾക്കും സ്വർഗം കിട്ടുകയില്ല. അപ്പൊ അള്ളാഹു അവർക്ക് മറുപടി കൊടുക്കുകയാണ്, ഖുൽ ഇൻ കാനത് ലകുമുദ്ദാറുൽ ആഖിറ, നിങ്ങൾക്ക് മാത്രമാണ് ദാറുൽ ആഖിറത്ത് എങ്കിൽ, അന്ത്യനാളിലെ വിജയം അത് നിങ്ങൾക്ക് മാത്രമാണ് എങ്കിൽ, അല്ലാഹുവിങ്കലുള്ള ഖാലിസതൻ മിൻ ദൂനിന്നാസ്, ജനങ്ങൾക്കൊന്നും കിട്ടൂല, നിങ്ങൾക്ക് മാത്രമാണ് എങ്കിൽ, ഫതമന്നൗൽ മൗത്ത്, അങ്ങനെയെങ്കിൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്ക്. നിങ്ങൾക്ക് മാത്രമാണ് പരലോകത്ത് വിജയം, അള്ളാന്റെ അടുത്തുള്ള സ്വർഗമെങ്കിൽ, ഫതമന്നൗൽ മൗത്ത്, നിങ്ങൾ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്ക്. അള്ളാഹ് പറയാൻ, ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ ഈ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ മരണത്തെ കൊതിക്ക്, മരണത്തെ ആഗ്രഹിക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ള ജൂതന്മാരെ വെല്ലുവിളിച്ചു, മരണത്തെ നിങ്ങൾ ആഗ്രഹിക്ക്, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാത്രമേ സ്വർഗത്ത് പോവുള്ളൂ എങ്കിൽ നിങ്ങൾ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്ക്. കാരണം സ്വർഗത്തിനും ദുനിയാവിനും അടക്കമുള്ള ഒരു തടസ്സം എന്താണ്? മരണം മാത്രമാണ്. പക്ഷെ അവരത് ആഗ്രഹിച്ചോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നൽ യഹൂദ തമന്നൗൽ മൗത, യഹൂദികളെങ്ങാനും മരണം ആഗ്രഹിച്ചിരുന്നെങ്കിൽ ലമാതു, അവരെല്ലാവരും മരിക്കുമായിരുന്നു. വലറഔ മഖാഇദഹും മിനന്നാർ, അങ്ങനെ അവരൊക്കെ അവരുടെ നരകത്തിലെ സീറ്റ് കാണുമായിരുന്നു. വലൗ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. കണ്ടോ? അതുപോലെ ഒരൊറ്റ യഹൂദി പോലും ആകുമായിരുന്നില്ല, എല്ലാ ജൂതനും ചത്തൊടുങ്ങുമായിരുന്നു എന്ന് ഹദീസുകളിൽ, ചില റിവായത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജൂതന്മാർ അവരോട് അള്ളാഹു പിന്നെ എന്തെയാണ്? വെല്ലുവിളിക്കാൻ. വലൻ യതമന്നൗനഹു അബദാ, അവർ ഒരിക്കലും, നമ്മളോട് വിശ്വാസികളോട് പറയണം അള്ളാഹു, വലൻ യതമന്നൗനഹു അബദാ, ഒരിക്കലും അവർ മരണത്തെ കൊതിക്കുകയോ ആഗ്രഹിക്കുകയോ ഇല്ല. ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട് അവർ പ്രവർത്തിച്ചു വെച്ചിട്ടുള്ള അക്രമങ്ങൾ, തിന്മകൾ, തോന്നിവാസങ്ങൾ നിമിത്തം. വല്ലാഹു അലീമും ബിദ്ദാലിമീൻ, അള്ളാഹു ആകട്ടെ ളാലിമുകളെ കുറിച്ച് നന്നായി അറിയുന്നവനാണ്. എത്ര കറക്റ്റ് നോക്ക്, അള്ളാഹു ഇവരെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ അള്ളാഹ് വെല്ലുവിളിക്കുന്നത്, നിങ്ങൾ അങ്ങനെ സ്വർഗക്കാരാണെങ്കിൽ നിങ്ങൾ മരണത്തെ കൊതിക്കുക എന്ന വെല്ലുവിളിയിലൂടെ അവരുടെ കളവ് അള്ളാഹു വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്വഭാവം പറഞ്ഞു, വല തജിദന്നഹും, ഈ ജൂതന്മാരെ നിനക്ക് കാണാം, അഹ്റസന്നാസി അലാ ഹയാത്തിൻ, ജീവിതത്തോട് ജീവിക്കാൻ വലിയ ആഗ്രഹമുള്ള, താല്പര്യമുള്ളവരായിട്ട് നിങ്ങൾക്ക് അവരെ കാണാം. സ്വർഗം ഉണ്ട് എന്ന് ഉറപ്പുള്ള ഒരാളാണെങ്കിൽ പിന്നെ അയാൾക്ക് ദുനിയാവിൽ നിൽക്കാൻ ഇഷ്ടമുണ്ടാവോ? അല്ലേ? ഉണ്ടാവോ? ഒരിക്കലും ഇഷ്ടം ഉണ്ടാവില്ല. അയാൾ എത്രയും വേഗം മരിച്ച് സ്വർഗത്ത് പോകാനാണ് ഇഷ്ടപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനമാനങ്ങൾ, സ്വർഗം അത് വേണോ അതോ ദുനിയാവിൽ തന്നെ ജീവിക്കണോ എന്ന് ചോദിച്ചു. ഫഖ്താറ മാ ഇൻദല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലുള്ള സ്വർഗം തിരഞ്ഞെടുത്തു. കാരണം എന്താ? സ്വർഗം ഒരാൾക്ക് കിട്ടും എന്ന ഉറപ്പ് കിട്ടിയാൽ പിന്നെ അയാൾ അതല്ലാതെ പിന്നെ ഈ ദുനിയാവ് ഒരാൾ തിരഞ്ഞെടുക്കുമോ? ഒരിക്കലുമില്ല. എന്നാലോ ജൂതന്മാരോ, അവർ കളവാണ് പറഞ്ഞത്, അവർക്ക് ദുനിയാവ് തന്നെയാണ് ഇഷ്ടം, അവർക്ക് സ്വർഗം കിട്ടും എന്ന ഉറപ്പ് അവർക്ക് പോലുമില്ല. വല തജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റകൂ, മുശ്രിക്കുകളേക്കാൾ ജീവിതത്തോട് ഇഷ്ടം ജൂതന്മാർക്കാണ് എന്ന് നിനക്ക് കാണാം. അതായത് മദീനയിലെ മുശ്രിക്കുകളിൽ പലരും
അന്ത്യനാളിനെ നിഷേധിച്ചിരുന്നു. സ്വർഗവും നരകമൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ മരിക്കാൻ വലിയ കുഴപ്പമുണ്ടാവില്ല, കാരണം അവർ സ്വർഗത്തിൽ വിശ്വസിക്കാത്തവരാണ്. എന്നാൽ ഇവരാണെങ്കിലോ, ഇവർക്ക് സ്വർഗത്തിലും നരകത്തിലൊക്കെ വിശ്വാസവും നരകത്ത് പോകുമോ എന്ന പേടിയുമുണ്ട്. ആ പേടി നിമിത്തം അവർ ദുനിയാവിനോട് മുശ്രിക്കുകളെക്കാൾ കൂടുതൽ ഇഷ്ടം വെച്ച് പുലർത്തുന്നവരാണ്. യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന, 1000 കൊല്ലം ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവരിൽ ആളുകൾ അവരെന്താണ്, യവദ്ദു അവർ ആഗ്രഹിക്കുകയാണ്, ഇഷ്ടപ്പെടുകയാണ്, കൊതിക്കുകയാണ്. വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബ് അൻ യുഅമ്മർ, അങ്ങനെ 1000 കൊല്ലം ആയുസ് കിട്ടുക എന്നത് ഒരിക്കലും അവരെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല. 1000 കൊല്ലമല്ല, ഇനി 10,000 കൊല്ലം അവർക്ക് ആയുസ് കിട്ടിയാലും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് താക്കീത് ചെയ്യുകയാണ്. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുർന്യായങ്ങൾക്ക്, അവരുടെ വഴികേടുകൾക്ക് മറുപടി കൊടുക്കുകയാണ്. ഇതൊക്കെ എന്തിനാണ് അള്ളാഹു സൂറത്ത് ബഖറയിൽ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരുന്നത്? ഈ വഴികെട്ട ചിന്തകൾ നമ്മളിൽ ഇല്ലാതിരിക്കാൻ, ഈ അസുഖങ്ങൾ നമ്മളിൽ ഇല്ലാതിരിക്കാൻ, ദുനിയാവിനോടുള്ള ആർത്തി, അല്ലേ? അതുപോലെ തന്നെ സ്വർഗത്തിൽ എനിക്ക് സ്വർഗം ഉറപ്പാണ്, എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന്, അല്ലേ? എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് ഷെയ്ഖ് പറഞ്ഞു, പിന്നെ പേടിക്കാനില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഷെയ്ഖിൻ്റെ മുരീദായ മതി, നരകത്ത് പോവില്ല എന്ന് വിശ്വസിക്കുക. ഇങ്ങനെയുള്ള അമാനി, വ്യാമോഹങ്ങൾ അത് പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? സുബ്ഹാനല്ലാഹ്, ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശരി, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ജൂതന്മാരുടെ, യഹൂദികളുടെ മറ്റൊരു ദുർന്യായത്തിന് മറുപടി കൊടുക്കുകയാണ്. ഇതുകൂടി പറഞ്ഞ് നമ്മൾ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. എന്താണ്? യഹൂദികളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പിന്നെ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നിനക്ക് ആരാണ് വഹി കൊണ്ടുവരുന്നത്, ആരാണ് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീലാണ് വഹി കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, എങ്കിൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല, കാരണം ഞങ്ങളുടെ വിശ്വാസപ്രകാരം ജിബ്രീൽ ശിക്ഷ കൊണ്ടുവരുന്ന ആളാണ്, ഞങ്ങളുടെ ശത്രുവാണ് ജിബ്രീൽ, ഞങ്ങൾക്ക് ജിബ്രീലിനെ ഇഷ്ടമില്ല എന്ന് യഹൂദികൾ പറയാൻ തുടങ്ങി. മീക്കായിലാണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചേനെ, കാരണം മീക്കായിൽ ബർക്കത്ത് കൊണ്ടുവരുന്ന മലക്കാണ്, അതുകൊണ്ട് നിനക്ക് വഹി കൊണ്ടുവന്നത് മീക്കായിലല്ലോ, മീക്കായിലാണെങ്കിൽ വിശ്വസിക്കും, ജിബ്രീൽ ആയതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കാത്തത്, ജിബ്രീലിൻ്റെ ശത്രുക്കളാണ് ഞങ്ങൾ എന്ന് ചില യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറയുകയുണ്ടായി. അപ്പൊ അതിന് മറുപടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ മൻ കാന അദുവ്വൻ ലിജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്, ആരെങ്കിലും ജിബ്രീലിനോട് ശത്രുത കാണിക്കുകയാണെങ്കിൽ അവൻ ആ ശത്രുതയും കൊണ്ട് പോയി ചത്ത് തൊലഞ്ഞോട്ടെ. തഫ്സീർ സഅദിയിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും, അല്ലേ? അല്ല, ഈ തഫ്സീർ എന്താണ്, തഫ്സീർ അൽ വാദിഹിൽ കാണാം, എന്താണ്, ഫല്യമുത് ഖൈദൻ, അവൻ അവൻ്റെ ദേഷ്യവും കൊണ്ട് പോയി മരിച്ചോട്ടെ. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്തത്, റസൂൽ താങ്കളുടെ ഹൃദയത്തിൽ ഈ വഹി ഇട്ട് തന്നിട്ടുള്ളത്, അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അതിനു മുമ്പുള്ള തൗറാത്തിനെയും ഇഞ്ചീലിനെയും ഒക്കെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാം ഈ ഹുദ, ഈ എന്താണ് സന്മാർഗം, വബുഷ്റ, ഈ സന്തോഷ വാർത്ത, മുഅ്മിനീങ്ങൾക്കുള്ള ഈ സന്തോഷ വാർത്തയായി, സന്മാർഗമായി ഈ ഖുർആനിനെ അവതരിപ്പിച്ചത് ആ രൂപത്തിലാണ് എന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇതൊക്കെ കൊണ്ടുവന്നത് എന്ന് അള്ളാഹു സ്ഥാപിക്കുകയാണ്. മൻ കാന അദുവ്വൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി വജിബ്രീല വമീകാല ഫഇന്നല്ലാഹ അദുവ്വൻ ലിൽ കാഫിരീൻ. നോക്കൂ നിങ്ങൾ, ജിബ്രീലിനെ മാത്രമാണ് അവർ ശത്രുത പറഞ്ഞിട്ടുള്ളൂ, മീകായിലിനോട് ശത്രുവാണെന്ന് പറഞ്ഞില്ല. പക്ഷേ ഏതെങ്കിലും ഒരു മലക്കിനെ നിഷേധിച്ചാൽ തന്നെ എല്ലാ മലക്കുകളെയും റസൂലുമാരെയും അള്ളാഹുവിനെ നിഷേധിച്ചതിന് തുല്യമാണ്. ഏതെങ്കിലും ഒരു റസൂലിനെ നിഷേധിച്ചാൽ എല്ലാ റസൂലിനെയും നിഷേധിച്ചതിന് തുല്യമാണ് എന്നതിൻ്റെ തെളിവാണ് ഈ ആയത്ത്. അള്ളാഹു അവർക്ക് മറുപടി കൊടുക്കണം. നോക്കൂ, മൻ കാന അദുവ്വൻ ലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനോട് ശത്രുത കാണിച്ചാൽ, കാരണം അവർ
ജിബ്രീലിനോട് ശത്രുത കാണിച്ചാൽ അള്ളാഹുവിനോട് ശത്രുത കാണിച്ചതിന് തുല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനോട് ഒരാൾ ശത്രുത കാണിച്ചാൽ അവൻ അള്ളാഹുവിനോടും മൊത്തം ദീനുൽ ഇസ്ലാമിനോടും ശത്രുത കാണിച്ചതിന് തുല്യമാണ്. ഏതെങ്കിലും ഒരു സ്വഹാബിയോട് ഒരാൾ വെറുപ്പ് കാണിച്ചാൽ അയാൾ എല്ലാ സ്വഹാബിമാരോടും ദീനുൽ ഇസ്ലാമിനോടും മൊത്തം വെറുപ്പ് കാണിച്ചതിന് തുല്യമാണ്. അത് കൃത്യമായി മനസ്സിലാക്കുക. മൻ കാന അദുവ്വൻ ലില്ലാഹി വ മലായികതി, ആരെങ്കിലും അള്ളാഹുവിനോടും മലക്കുകളോടും ശത്രുത കാണിച്ചാൽ, വറുസുലി, അള്ളാഹുവിൻ്റെ റസൂൽ ദൂതന്മാരോട് ശത്രുത കാണിച്ചാൽ, വ ജിബ്രീല വ മീകാല, ജിബ്രീലിനോടും മീകായിലിനോടും ശത്രുത കാണിച്ചാൽ, കണ്ടോ, ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ, ഈ കാഫറുകളോട് അള്ളാഹുവിൻ്റെ ശത്രുത ഉണ്ട്, അള്ളാഹു അവരുടെ ശത്രുക്കളാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വലഖദ് അൻസൽനാ ഇലൈക ആയാതിൻ ബയ്യിനാതിൻ വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ. ഓ നബിയെ, താങ്കൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ ഇതാ ഞാൻ അവതരിപ്പിച്ചു തന്നിരിക്കുകയാണ്. വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ, തോന്നിവാസികളല്ലാതെ ഈ ആയത്തുകളെ നിഷേധിക്കുകയില്ല. ഈ ബനു ഇസ്രായേലുകളുടെ അവസ്ഥ എന്താണ്? അവ കുല്ലമാ അഹദു അഹ്ദൻ നബദഹു ഫരീഖും മിൻഹും, ഓരോ പ്രാവശ്യം ഇവർക്ക് കരാറുണ്ടാക്കുമ്പോഴും, അള്ളാഹിനോട് കരാറുണ്ടാക്കി അനുസരണ പ്രതിജ്ഞ ചെയ്യുമ്പോഴും അവരിൽ ഒരു വിഭാഗം അതിനെ എന്ത് ചെയ്യാണ്? തട്ടിക്കളയുകയാണ്. ആ കരാർ അവർ ലംഘിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ, അവരുടെ കൂട്ടത്തിലെ ബഹുഭൂരിഭാഗം ആളുകളും അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. വലമ്മാ ജാഅഹും റസൂലുൻ മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും, അതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്ന സമയത്ത്, മുസദ്ദിഖുൻ ലിമാ മഅഹും, അവരുടെ പക്കലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തി കൊണ്ടുവന്ന സമയത്ത്, നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ കിതാബല്ലാഹി വറാഅ ദുഹൂരിഹിം, അവരതാ അവരിലെ ഒരു വിഭാഗം അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ കിതാബിനെ തട്ടിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. കഅന്നഹും ലാ യഅലമൂൻ, ആ കിതാബിൽ പറഞ്ഞത് എന്താണ് എന്നോ അറിയാത്ത പോലെ, തൗറാത്തിൽ പറഞ്ഞത് എന്താണ് എന്ന് അറിയാത്തതുപോലെ, അറിഞ്ഞിട്ട് തന്നെ അറിയാത്തതുപോലെ അവരെന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ കിതാബായ ഖുർആനിനെ നിഷേധിക്കുകയും തട്ടിക്കളയുകയും ചെയ്തു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് അവർ അള്ളാഹുവിൻ്റെ കോപത്തിന് മുകളിൽ കോപം നേടിയെടുക്കുകയും വലിയ വഴികേടിൽ ചെന്ന് പതിക്കുകയും ചെയ്തു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയാണ്. സഹോദരിമാരെ, സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്? ഈ ജൂതന്മാരെ പോലെ നമ്മൾ ആകാൻ പാടില്ല എന്നതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ധാരാളം സ്ഥലങ്ങളിൽ, ഖാലിഫു അൽ യഹൂദ വൻ നസാറ, നിങ്ങൾ ജൂത നസ്രാനികളെ പോലെ ആകാൻ പാടില്ല, ഇല്ലേ? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു വിഭാഗത്തെ എന്താണ്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഇതര സമുദായങ്ങളെ അവരെ പോലെ ആകാൻ ശ്രമിച്ചാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്, അന്ത്യനാളിൽ ഒരു ദിവസം വരും, ഒരു അവസ്ഥ വരും എൻ്റെ ഉമ്മത്തിൽ, ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ജൂത നസ്രാനികളെ പിന്തുടരുന്ന അവസ്ഥ നിങ്ങൾക്ക് വരും. അവരുടെ വേഷവിധാനങ്ങൾ, അവരുടെ ആഘോഷങ്ങൾ, അവരുടെ സംഗീതം, അവരുടെ വൃത്തികേടുകൾ, അവരുടെ തെറ്റായ ചിന്തകൾ, അതൊക്കെ നിങ്ങളിലേക്ക് കടന്നു വന്ന് അവർ ഒരു ഉടുമ്പിന്റെ മാംസത്തിൽ കയറി, ഒരു ഉടുമ്പിന്റെ മാളത്തിന്റെ അകത്ത് കയറിയാൽ, ബുദ്ധിയില്ലാതെ അവർ കയറിയിട്ടുണ്ടെങ്കിൽ, അവരൊക്കെ വലിയ ബുദ്ധിമാന്മാരല്ലേ, എങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നിങ്ങളും അതിന്റെ പിന്നാലെ കൂടി ആ ഉടുമ്പിന്റെ മാംസത്തിൽ കയറി നോക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അങ്ങനെയൊന്നും നമ്മൾ ആകാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ ഈ ധാരാളം ആയത്തുകൾ ഇങ്ങനെ നമ്മൾക്ക് ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഗ്ദൂബുൻ അലൈഹിമായിട്ടുള്ള അള്ളാഹുവിൻ്റെ കോപത്തിനിരയായ ഈ ജൂതന്മാരുടെ മാർഗത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി കേൾക്കാം.
وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون أوكلما عاهدوا عهدا نبذه فريق منهم بل أكثرهم لا يؤمنون ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون إن شاء الله أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته